പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ളവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയേ. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ കീഴിലാണ് എന്ന ബോധ്യമുള്ളവർ ഒന്ന് പ്രതികരിച്ച് ഒരു ഹല്ലേലൂയ പറഞ്ഞോ, ഒന്ന് കരങ്ങൾ അടിച്ചോ, ഒന്ന് ചിരിച്ചോ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നിങ്ങളുടെ ആ ഒരു ബോധ്യത്തിനെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഞാൻ എന്തിനാ ഇതൊക്കെ ചെയ്യിക്കുന്നതെന്നറിയാവോ? നിങ്ങൾ ആക്റ്റീവായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആമേൻ. നമ്മൾ ആക്റ്റീവായിരിക്കണം ദൈവസന്നിധിയിൽ. അത് ഞാൻ പറഞ്ഞതിനകത്തൊരു ദൂതുണ്ടേ. അത് കർത്താവ് കണക്ട് ചെയ്തു. അപ്പോൾ ഞാനെന്ന് ആദ്യം അത് പറയാം അല്ലേ. അത് പറഞ്ഞിട്ട് ദൈവം തന്ന വചനത്തിലേക്ക് പോകാം. ഗെത്സമനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഗെത്സമനെ നമുക്ക് പറയുമ്പോൾ സുഖമുള്ളൊരു സ്ഥലം, പരിചയമുള്ളൊരു സ്ഥലം. എന്നാൽ ഗെത്സമനെ എന്ന സ്ഥലം പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാൻ വൈകിയൊരു സ്ഥലവും കൂടെയാണ്. ഗെത്സമനെ എന്ന സ്ഥലം പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാൻ വൈകിയൊരു സ്ഥലവും കൂടെയാണ്. ഞാൻ പ്രത്യേകിച്ച് ഫോർമാലിറ്റീസ് ഒന്നും ഇല്ലാതെ ഡയറക്റ്റായിട്ട് ദൈവവചനത്തിലേക്ക് തന്നെ പ്രവേശിക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഒരു മിനിറ്റ് പോലും പാഴാക്കാനില്ല. അപ്പോൾ ഇതാർക്കാണ് ഈ മറുപടി വൈകിയെന്നറിയാവോ? ദൈവപുത്രനാണ് മറുപടി വൈകിയത്. നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ നമുക്കതറിയാൻ പറ്റും. ചാപ്റ്റർ ഒന്നും ഞാൻ പറയുന്നില്ല. ആ ഒരു തീം മാത്രം ഞാൻ പറഞ്ഞിട്ട് ദൈവം എന്നെ ഏൽപ്പിച്ച വചനത്തിലേക്ക് ഞാൻ പോവാം. ഗെത്സമനെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാത്ത സ്ഥലമല്ല, പ്രാർത്ഥനയ്ക്ക് മറുപടി വൈകിയ ഒരു സ്ഥലം കൂടെയാണ്. കാരണം യേശു കർത്താവിൻ്റെ നിര്യാണ സമയം അടുത്തപ്പോൾ കർത്താവ് പത്രോസ്, യോഹന്നാൻ, യാക്കോബിനെ കൂട്ടി പതിവ് പോലെ താൻ ആ തോട്ടത്തിലേക്ക് പ്രവേശിച്ചിട്ട് അവരോട് പറഞ്ഞു, നിങ്ങളിവിടെ ഒരു മണിക്കൂർ നേരം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു കല്ലേറ് ദൂരം വാങ്ങിപ്പോയി യേശു പ്രാർത്ഥിക്കാൻ തയ്യാറായി. എന്നാൽ വരുവാനുള്ള കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയ യേശു കർത്താവിന് മുൻപോട്ട് പോകുമ്പോൾ താൻ തന്നെ അറിയാതെ മുട്ടിടിച്ച് ആ ഭാരം കൊണ്ട് മുട്ടിടിച്ച് വീണ് കരഞ്ഞ് താൻ പ്രാർത്ഥിച്ചിട്ടും മറുപടി ഉണ്ടായില്ല. ഹല്ലേലൂയ, മറുപടി ഉണ്ടായില്ല. താൻ വീണ്ടും അസ്വസ്ഥനായി എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് വീണ്ടും പത്രോസ്, യോഹന്നാൻ, യാക്കോബിന്റെ അടുത്തേക്ക് വന്നപ്പോൾ അവർ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ പറയുന്നത്, ഇപ്പൊ ഞാൻ മർക്കോസിൽ നിന്നാ പറഞ്ഞു, ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ വരുമ്പോൾ പറയുന്നത്, അവർ വിഷാദത്താൽ അവർ ഭാരം കൊണ്ട് അവർ ഉറങ്ങിപ്പോയി. യേശു കർത്താവിൻ്റെ മരണവേദനയ്ക്ക് തുല്യമായ ഭാരത്തോടുകൂടെ യേശു കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രെയർ സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ഈ 3 ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ട് പോയിട്ട് പറയും, നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. പക്ഷേ ആദ്യത്തെ പ്രാർത്ഥനയിൽ മറുപടി കിട്ടിയില്ല. രണ്ടാമത്തെ പ്രാർത്ഥന വീണ്ടും ഇവരെ തട്ടി ഉണർത്തിയിട്ട്, ഒരു നാഴിക നേരം നിങ്ങൾക്ക് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയത്തില്ലേ എന്ന് പറഞ്ഞ് യേശു രണ്ടാമതും ചെന്ന് അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ അവന്റെ വിയർപ്പുകൾ നിലത്തു വീഴുന്ന വലിയ രക്തത്തുള്ളികളായി മാറി എന്ന് പറഞ്ഞു. അതിശ്രദ്ധ, അത് ആ ഒരു കോൺസെൻട്രേഷനെയാണ് കാണിക്കുന്നത്. അത്രയും ശ്രദ്ധയോടെ സകല വെയിനുകളും നുറുങ്ങിയുള്ളൊരു പ്രാർത്ഥന എന്ന് വെച്ചാൽ കർത്താവിൻ്റെ ശരീരം മാത്രമല്ല, ആത്മാവ് മാത്രമല്ല, തൻ്റെ സകല ശരീരങ്ങളും നാഡി ഞരമ്പുകൾ പോലും ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടി താൻ ഏകീകരിച്ചു കൊണ്ടുവന്നുള്ള അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു എന്ന് വചനം പറയുന്നു. അപ്പൊ അത്രയും തൻ്റെ ശരീരവും മനസ്സും ചിന്തകളും എല്ലാം തന്നെ ഒരുക്കത്തോടുകൂടെ പ്രാർത്ഥിച്ചു. എന്നിട്ടും രണ്ടാമത് മറുപടി ഉണ്ടായില്ല. രണ്ടാമത് കർത്താവ് വീണ്ടും അസ്വസ്ഥപ്പെട്ട് രണ്ടാമത് പ്രാർത്ഥിക്കുമ്പോൾ വചനം പറയുന്നത് ഇങ്ങനെയാണ്, സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ ഇറങ്ങി അവനെ ശക്തിപ്പെടുത്താൻ. എൻ്റെ ചിന്ത ഇതാണ്, ദൈവപുത്രന് കർത്താവായ യേശു ക്രിസ്തുവിന് ഇത്രയും നാളും പരിചയമുള്ള എന്താന്ന് ചോദിച്ചാൽ, മുട്ടുകുത്തുമ്പോൾ പിതാവ് അവിടെ ഇറങ്ങും. മുട്ടുകുത്തുമ്പോൾ ആ പ്രയർ സ്പോട്ടിൽ പിതാവ് ഇറങ്ങും, ദൈവാത്മാവ് ഇറങ്ങും, ദൈവം ഇറങ്ങും, അവിടെ തേജസ് വരും. പക്ഷേ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ഒരു ദൂതനാണ് വിസിറ്റ് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ ഇതേ ചാപ്റ്റർ ലൂക്കോസിൽ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, പത്രോസ്, യോഹന്നാൻ, യാക്കോബിനെ കൊണ്ടൊരിക്കൽ പ്രാർത്ഥനയുടെ വ്യത്യസ്ത തലങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി കയറിപ്പോയപ്പോൾ അവിടെ മോശയും ഏലിയാവും ഇറങ്ങി.
മോശയും ഏലിയാവും ഇറങ്ങി. എന്നാൽ ഇപ്പോൾ ഒരു ദൂതനാണ് വരുന്നത്. എന്തോ പ്രതീക്ഷയ്ക്ക് വിരോധമായി വല്ലതും നടക്കുന്നുണ്ടോ? ഞാൻ യേശുവിനോട് ചോദിക്കാം, പ്രതീക്ഷയ്ക്ക് വിരോധമായി വല്ലതും നടക്കുന്നുണ്ടോ? ഇല്ല. ദൂതൻ ഇറങ്ങുന്നു. ദൈവം ഇറങ്ങുമെന്ന് വിചാരിക്കുന്നു, എന്നാൽ ദൂതൻ ഇറങ്ങുന്നു. ദൈവം സംസാരിക്കും എന്ന് വിചാരിച്ച് മുട്ടുമടക്കിയ യേശുവിന് ശക്തിപ്പെടുത്തുക എന്ന ഒരു ദൗത്യത്തോടുകൂടി ഒരു ദൂതനെ അയക്കുന്നു. 2023 പ്രാർത്ഥനയ്ക്ക് പ്രതീക്ഷിച്ചതുപോലെയുള്ള മറുപടികളായിരിക്കുകയല്ല വന്നത്. യേശു ആഗ്രഹിച്ചത് പിതാവ് ആ സ്പോട്ടിൽ വെളിപ്പെടുത്തണം എന്താണ് സംഭവിക്കുന്നത്, എനിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ യേശു പറയാൻ, കർത്താവേ കഴിയുമെങ്കിൽ, അബ്ബാ പിതാവേ നിനക്ക് സകലവും കഴിയും. ആ വചനം യേശു പറയുന്നത്, അബ്ബാ പിതാവേ നിനക്ക് സകലവും കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ, ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ. എങ്കിലും പിതാവേ ഞാൻ ഇച്ഛിക്കുന്നതല്ല, നിന്റെ ഹിതം പോലെ നടക്കണം. എത്ര പേർക്ക് പറയാൻ പറ്റും, എൻ്റെ ഇച്ഛകളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു കർത്താവേ, കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് എൻ്റെ ഇച്ഛകളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. എന്നാൽ ഈ പുതുവർഷത്തിലേക്ക് ഞാൻ പ്രവേശിക്കുമ്പോൾ എൻ്റെ നാഥ, എൻ്റെ ഹിതമല്ല, എൻ്റെ ഇച്ഛയല്ല, എൻ്റെ ഡിസിഷൻസ് അല്ല, അങ്ങയുടെ ഹിതം പോലെ, അങ്ങയുടെ ഹിതം പോലെ, അങ്ങയുടെ ഹിതം പോലെ എൻ്റെ ജീവിതത്തിൽ നടക്കട്ടെ. പ്രാർത്ഥിക്കുമ്പോൾ മൂന്നാമത്തെ വട്ടം കർത്താവിന് മറുപടി കിട്ടി. ഞാനൊരു ദൈവാലോചനയായിട്ട് നിങ്ങളോട് പറയാണ്, പ്രാർത്ഥിച്ചു മടുത്തുപോയ ആരെങ്കിലും ഉണ്ടോ? യേശു കർത്താവ് പോലും ഫസ്റ്റ് അറ്റംപ്റ്റിൽ മറുപടി വന്നില്ല, സെക്കൻഡ് അറ്റംപ്റ്റിൽ മറുപടി വന്നില്ല, പക്ഷെ ദൂതൻ ഇറങ്ങി. തേർഡ് അറ്റംപ്റ്റിന് വേണ്ടി യേശു മടിച്ചില്ല. അവിടെയാണ് എനിക്ക് പിടിക്കാനുള്ളത്. തേർഡ് അറ്റംപ്റ്റിന് യേശു മടിച്ചില്ല. കാര്യം എന്താണെന്നറിയാമോ? പതിവിനും വിരുദ്ധമായ ചില മാറ്റങ്ങൾ ആത്മമണ്ഡലത്തിൽ നടന്നു എങ്കിൽ പോലും അതിനെ വിവേചിക്കാൻ തക്കവണ്ണം യേശു കർത്താവ് കേപ്പബിൾ ആയിരുന്നു. അല്ലെങ്കിൽ യേശുവിന് അത്ര ഒരു ബോധ്യം സ്പിരിറ്റ് റിലത്തെ കുറിച്ചുണ്ടായിരുന്നു. ഇത് വെറുതെ ഒന്നും അല്ല, ഈ പ്രാർത്ഥനയുടെ മറുപടി തടയുന്ന എന്തോ ഒന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഏറ്റെടുക്കാനിരിക്കുന്ന ദൗത്യം അത്രയും വലുതായതുകൊണ്ട് ആ ദൗത്യത്തിലേക്ക് വേണ്ടി എന്നെ ഒരുക്കിയെടുക്കുന്ന ഒരു പ്രത്യേക തലത്തിലുള്ള ഒരു പ്രാർത്ഥന. നിങ്ങൾ എന്നെ കേട്ടായിരുന്നു ഞാൻ പറഞ്ഞത്? ഞാൻ ഏറ്റെടുക്കാനിരിക്കുന്ന ദൗത്യം ഈ ഭൂമിയിൽ വേറൊരു മനുഷ്യനെ ഏറ്റെടുക്കാൻ ഒക്കത്തില്ല, ഒരാടിനി ഏറ്റെടുക്കാൻ ഒക്കത്തില്ല, ഒരു കാളക്കിനി ഏറ്റെടുക്കാൻ ഒക്കത്തില്ല, ഒരാട്ടുകൊറ്റനിനി ഏറ്റെടുക്കാൻ ഒക്കത്തില്ല. ഇത് ഞാൻ തന്നെ ഏറ്റെടുക്കേണ്ട ദൗത്യമാണ്. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഞാൻ പറയുന്നത്. ഇത് യേശു ഏറ്റെടുക്കേണ്ട ദൗത്യം. സുഹൃത്തെ, ഇത് യേശു ഏറ്റെടുക്കേണ്ട ദൗത്യം. നിങ്ങളുടെ വീട്ടിൽ ഇതുപോലുള്ള പ്രൈം റോളുകൾ ഏറ്റെടുക്കേണ്ടത് ഒരുപക്ഷെ നിങ്ങളായിരിക്കും. ഇതുപോലുള്ള വലിയ വലിയ ടാസ്കുകൾ ഏറ്റെടുക്കേണ്ടത് താങ്കളായിരിക്കും. അപ്പോ ഇവിടെ പഠിക്കാനുള്ളൊരു പാഠം എന്താണെന്നറിയാമോ? യേശു പ്രാർത്ഥിച്ചു, എന്നത്തെയും പോലെ പ്രാർത്ഥിച്ചു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ എന്നത്തെയും പോലെ പ്രാർത്ഥിച്ചു, മുട്ടുമടക്കി സ്വർഗസ്ഥനായ പിതാവെ ചൊല്ലി പ്രാർത്ഥിച്ചു. ഫസ്റ്റ് അറ്റംപ്റ്റ് കഴിഞ്ഞു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ മറുപടി കിട്ടിയില്ല. സെക്കൻഡ് അറ്റംപ്റ്റിൽ ദൂതൻ ഇറങ്ങുന്ന നിലയിലേക്ക് പ്രാർത്ഥന ഒന്നുകൂടെ വളർന്നു. തേർഡ് അറ്റംപ്റ്റിൽ അവൻ അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അപ്പോ കർത്താവ് ആദ്യം പ്രാർത്ഥിച്ച പോലല്ല, രണ്ടാമത് പ്രാർത്ഥിച്ച പോലല്ല, മൂന്നാമത് വ്യത്യാസം ഉണ്ടായി. ക്ലിയർ? എന്തിനാണ് ഈ 6 മണിക്കൂറുകൾ നാം ദൈവസന്നിധിയിൽ വേറിട്ടിരിക്കുന്നത്? എല്ലാ തിരക്കുകളും മാറ്റിവെച്ച്, എല്ലാ ആഗ്രഹങ്ങളും മാറ്റിവെച്ച്, ചിലർ ഭക്ഷണം പോലും വേണ്ടാന്ന് വെച്ച്, വെള്ളം പോലും വേണ്ടാന്ന് വെച്ച് എന്തിനാണ് ദൈവസന്നിധിയിൽ മാറിയിരിക്കുന്നത്? കഴിഞ്ഞ ദിവസത്തെ പോലെ പ്രാർത്ഥിച്ചാൽ പോരാ. ഈ വർഷം തുടക്കത്തിൽ പ്രാർത്ഥിച്ച പോലെ പ്രാർത്ഥിച്ചാൽ പോരാ. 2021 പ്രാർത്ഥിച്ച പോലെ പ്രാർത്ഥിച്ചാൽ പോരാ. ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഉള്ള പ്രയർ അല്ല സെക്കൻഡ് അറ്റംപ്റ്റ്, അതല്ല തേർഡ് അറ്റംപ്റ്റ്. മൂന്നാമത്തെ പ്രാർത്ഥനയിൽ, മൂന്നാമത്തെ സെഷനിൽ യേശുവിന്റെ ടൈം വെളിപ്പെട്ടു. മറഞ്ഞിരുന്നതെല്ലാം യേശുവിന് വെളിപ്പെട്ടു. ഞാൻ ആത്മാവിൽ ഈ ദൂത് നിങ്ങൾക്ക് കൈമാറിയിട്ട് കർത്താവ് തന്ന വചനത്തിലോട്ട് കയറാൻ പോവാം. നിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കാത്തത് കൊണ്ടല്ല, യേശുവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അഭിഷേകത്തിന്റെ കുറവല്ല, പ്രാർത്ഥനയുടെ അളവിലെ കുറവല്ല, പ്രാർത്ഥിക്കാത്ത പ്രശ്നമല്ല. നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? പ്രാർത്ഥിക്കാത്ത പ്രശ്നമല്ല. ആമേൻ. ബൈബിൾ വായിക്കാത്ത പ്രശ്നമല്ല. ആണോ? അല്ല.
ആത്മാവിൽ ജീവിക്കാത്തതിന്റെ പ്രശ്നമല്ലാണോ? അല്ല. പിന്നെന്താ? അവിടെയും പ്രാർത്ഥനയുടെ മറുപടിയെ തടയുന്ന എന്തോ ഒന്ന്. അവസാന സമയം വരെയും, ക്ലിയർ, അവസാന സമയം വരെയും കഴിയുമെങ്കിൽ യേശുവിനെ ഈ ക്രൂശ് മരണത്തിൽ നിന്ന് ഒഴിവാക്കി കളയാൻ സാത്താൻ ശ്രമിച്ചു. യേശുവിനെ ക്രൂശോടടുപ്പിക്കുന്ന പിതാവിന്റെ പദ്ധതിക്ക് വിഘ്നമുണ്ടാക്കാൻ സാത്താൻ ശ്രമിച്ചു. അത് പരീക്ഷന്മാരിലൂടെ ശ്രമിച്ചു, ന്യായാധിപന്മാരിലൂടെ ശ്രമിച്ചു, പുരോഹിതന്മാരിലൂടെ ശ്രമിച്ചു, പിന്നെ അങ്ങനെ പലരിലൂടെയും ശ്രമിച്ചു. അവസാന സമയം വരെയും. അതാ യേശു ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഇങ്കിൽ നിന്ന് നീക്കണം. ഇത് കേട്ടപ്പോൾ ഒരുപക്ഷെ സാത്താൻ ഒന്ന് പൊട്ടി ചിരിച്ചിട്ടുണ്ടായിരിക്കാം. ഞാൻ എൻ്റെ ഒരു ഇത് പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ ഉടനെ കർത്താവ് ആ ഫുൾ സ്റ്റോപ്പ് ഇടുന്നതിന് മുന്നേ കർത്താവ് ഒരു കോമ ഇട്ട് വീണ്ടും തുടങ്ങി. എങ്കിലും പിതാവേ, എൻ്റെ ഹിതമല്ല, എൻ്റെ ഇച്ഛ പോലെയല്ല, നിന്റെ ഹിതം പോലെ നടക്കട്ടെ. ഇന്ന് ദൈവത്തിന് അങ്ങനത്തെ ഒരു മനസ്സുള്ളവനെ, അങ്ങനത്തെ ഒരു തീരുമാനമുള്ളവനെ കർത്താവിന് വേണം കേട്ടോ. നിന്റെ ടൈം തീർന്നു പോയിട്ടില്ല, നിന്റെ സീസൺ കഴിഞ്ഞിട്ടില്ല, നിന്നെക്കുറിച്ചുള്ള ദൈവാലോചനയ്ക്ക് വ്യത്യാസമില്ല, നിന്നെക്കുറിച്ചുള്ള ദൈവേഷ്ടത്തിൽ മാറ്റമില്ല, നിന്റെ തെരഞ്ഞെടുപ്പ് ഇതുവരെ മാറിയിട്ടില്ല. കർത്താവിന് നിന്നെ വേണം. അവസാന സമയം വരെയും സാത്താൻ പോരാടിക്കൊണ്ടിരുന്നു. ഭൂമി ഉള്ളിടത്തോളം കാലം സുഹൃത്തെ പോരാട്ടങ്ങളുണ്ട്. സാത്താനിൽ നിന്നുണ്ട്, ആത്മമണ്ഡലത്തിൽ നിന്നുണ്ട്. ഭൂമി ഉള്ളിടത്തോളം കാലം പോരാട്ടങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്. പക്ഷെ അതിനെയെല്ലാം ജയിപ്പാൻ യേശു മൂന്ന് സെഷനിൽ കർത്താവ് ഒരു പ്രാർത്ഥന നമുക്ക് കാണിച്ചു തന്നു. ഇതെല്ലാം നടക്കുന്ന ഗെത്സമനയിലാണ്. ഗെത്സമന എന്ന മനോഹരമാകുന്ന തോട്ടത്തിനകത്ത് മറുപടികളില്ലാത്ത ചില മണിക്കൂറുകൾ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. മറുപടികളില്ലാത്ത, ആശിച്ച മറുപടി ഇല്ലാതില്ല, പക്ഷേ താൻ ആശിച്ച മറുപടി വരാത്ത ചില മണിക്കൂറുകളുണ്ട്. നിന്റെ ജീവിതത്തിലുണ്ടോ അങ്ങനെ? ആശിച്ച മറുപടികൾ വരാത്ത, ആശിച്ച വിടുതലുകൾ കാണാത്ത, ആശിച്ച നിലകളിൽ കാര്യങ്ങൾ എത്താത്ത അവസ്ഥകളുണ്ടോ? എന്നാൽ കാര്യങ്ങൾ നടന്നു പോകുന്നില്ലേ? നടന്നു പോകുന്നു. ഇത് തന്നെയാണ് ഗെത്സമനയിലും നടന്നത്. കാര്യങ്ങൾ നടന്നു പോകുന്നു, പ്രാർത്ഥന നടന്നു പോകുന്നു. പക്ഷേ ആശിച്ചതുപോലെ കാര്യങ്ങൾക്കൊരു നീക്കം വരുന്നില്ല. ആശിച്ചതുപോലെ കാര്യങ്ങൾക്കൊരു നീക്കം വരുന്നില്ല. എന്നാൽ മടുത്തു പോകാതെ മൂന്നാമതും പോയി മുട്ടുകുത്താൻ മടിക്കാത്ത കർത്താവിൻ്റെ മുമ്പിൽ ഒരു മറയ്ക്കും പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല, ഒരു തടസ്സങ്ങൾക്കും പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. ഒന്നും കൂടെ പറഞ്ഞാൽ, സ്വർഗത്തിന് പിന്നെ വെറുതെ ഇരിക്കാൻ പറ്റിയില്ല. സ്വർഗം ചാഞ്ഞു, സ്വർഗം ചലിച്ചു, സ്വർഗം ഇറങ്ങി, സ്വർഗം തുറന്നു, സ്വർഗത്തിൽ നിന്ന് മറുപടി ഇറങ്ങി. ഇന്ന് ഞാൻ ആത്മാവിൽ ഈ ദൂത് പറയുകയാണ് സുഹൃത്തെ, നിന്റെ കഠിനമാകുന്ന ചില പ്രാർത്ഥനകളുടെ മുൻപിൽ, നിന്റെ വല്ലാത്ത മനോഭാവത്തോടുകൂടെയുള്ള പ്രാർത്ഥനകളുടെ മുമ്പിൽ, നിന്റെ അകമഴിഞ്ഞ ദൈവസ്നേഹത്തിന്റെ മുൻപിൽ എൻ്റെ ദൈവത്തിന് വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല. നിന്റെ അകമഴിഞ്ഞ ദൈവാശ്രയത്വത്തിന്റെ മുമ്പിൽ സ്വർഗത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. നിന്റെ ഉള്ളു തുറന്നുള്ള പ്രാർത്ഥനയുടെ മുൻപിൽ സ്വർഗത്തിന് മറുപടികൾ വെളിപ്പെടുത്താതിരിക്കാൻ കഴിയത്തില്ല. അവൻ ചാഞ്ഞിറങ്ങും, അവൻ തുറന്നു വരും, അവൻ നിന്റെ മുമ്പിൽ വെളിപ്പെടും. എല്ലാ പ്രാവശ്യവും ദൂതനല്ല ഇറങ്ങുന്നേ. എല്ലാ പ്രാവശ്യവും മറുപടി ചോദിക്കുമ്പോൾ ശക്തിപ്പെടുത്തലല്ല തരുന്നേ. നിന്റെ മുമ്പിൽ ദൈവം മറുപടിയുമായി ഇറങ്ങാൻ പോകുന്നു. ഹല്ലേലൂയ. എത്ര വിശ്വസ്തനായ ദൈവം അല്ലേ! എത്ര നല്ല കർത്താവല്ലേ! മറുപടിയുമായി എഴുന്നേറ്റ യേശു. അതാണ് ഗെത്സമനയെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചോന്ന് വെച്ചാൽ ഞാനിതൊരു ചർച്ചിൽ പ്രസംഗിച്ചുകൊണ്ട് നിന്നപ്പോൾ കർത്താവ് എനിക്ക് തന്നൊരു റെവലേഷനാണ്. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലുള്ള ഗെത്സമനകൾ ഉണ്ടെങ്കിൽ, പ്രാർത്ഥിക്കാൻ ഏൽപ്പിക്കുന്നവർ ഉറങ്ങിയാലും പ്രാർത്ഥിക്കാൻ ഏൽപ്പിക്കുന്നവരില്ലേ, പ്രാർത്ഥിച്ചോണേ, ഈ വിഷയം വെച്ചൊന്ന് പ്രാർത്ഥിച്ചോണേ, നിങ്ങളുടെ ഉപവാസത്തിൽ ഇതും കൂടെ ഒന്ന് പറയണേ,
എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ചവർ ഉറങ്ങിയാലും കർത്താവ് ഉറങ്ങത്തില്ല കേട്ടോ. പ്രാർത്ഥിക്കാൻ നീ തയ്യാറാണെങ്കിൽ നിന്റെ മുമ്പിൽ വാതിൽ തുറക്കൂ എന്ന് പറയുന്നതിനേക്കാൾ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം സ്വർഗത്തിൻ്റെ കവാടം നിന്റെ മുമ്പിൽ തുറക്കും. ആമേൻ. സ്വർഗത്തിൻ്റെ കവാടം നിന്റെ മുമ്പിൽ തുറക്കും. ഇനി ഞാൻ കർത്താവിനെ ഏൽപ്പിച്ച വചനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഞാൻ ഈ ഇങ്ങനെ ഇരുന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ ഉള്ളത്തിൽ അങ്ങനെ ഒരു ചിന്ത വന്നതാണ്. മേ ബി ഇത് ശരിക്കും പറഞ്ഞാൽ ഒത്തിരി പേരുടെ ജീവിതത്തിൽ ഈ ഒരു മെസ്സേജ് ആവശ്യമാണ്. ഞാൻ ഇത്രയും പറഞ്ഞ ഈ ഒരു മെസ്സേജ് ആവശ്യമാണ്. കാരണം നമ്മളൊക്കെ ദൈവസന്നിധിയിൽ ഇപ്പം ഇന്ന് നമ്മളൊരു 6 മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ ഇരിക്കുന്നു. സുഹൃത്തെ, ഒരുപക്ഷെ നീ ആശിച്ചതുപോലുള്ളൊരു മറുപടി 6 മണിക്കൂറിൽ വെളിപ്പെട്ടില്ലെങ്കിൽ പോലും കാര്യങ്ങൾക്കൊരു മൂവ്മെന്റ് നടക്കും. പക്ഷെ നീ മടുത്തു പോകരുത്. 6 മണിക്കൂർ ഒരു വിടുതലിന് വേണ്ടി ദൈവസന്നിധിയിൽ ഇരിക്കുന്നു എന്ന ഒരു മനോഭാവത്തെക്കാൾ 6 മണിക്കൂർ ആ ചിറകിൻ്റെ അടിയിൽ ഇരിക്കാൻ ഒരു ഭാഗ്യം ദൈവം എനിക്ക് തന്നില്ലേ, അത് വെറുതെ എന്തായാലും ഇരുത്തത്തില്ലല്ലോ എന്നൊരു ബോധ്യം നമുക്കുണ്ടായാൽ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ ആത്മീയ ജീവിതം അനുഗ്രഹിക്കപ്പെടും. ആത്മീയ ജീവിതത്തിലെ അനുഗ്രഹത്തെക്കുറിച്ച് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുള്ളതാണ്. അത് ദൈവമക്കളെ, ഈ പിടിച്ചു വാങ്ങലുകളേക്കാൾ നൽകലുകൾക്കൊരു സൗന്ദര്യമുണ്ട്. പിടിച്ചു വാങ്ങണം. ആരുടെ നിന്നറിയാമോ? സാത്താന്റെ കയ്യിൽ നിന്ന്. ദൈവത്തിങ്കൽ നിന്ന് നൽകുമ്പോൾ, നമുക്ക് തരുമ്പോൾ എന്തായാലും കർത്താവ് അളന്നു കുറിച്ച് തരത്തില്ല എന്ന് എല്ലാവർക്കും അറിയാം. ദൈവം നമ്മുടെ മേൽ അത് നൽകുമ്പോൾ അതിനൊരു ഭയങ്കര സൗന്ദര്യമുണ്ട്. അതാണ് നമ്മൾ ഈ ദൈവസന്നിധി ചേർന്നിരിക്കുകയും പാടുകയും പ്രാർത്ഥിക്കുകയും സാക്ഷ്യം പറയുകയും നമ്മളാൽ പറ്റുന്ന പോലെ ദൈവത്തെ പ്രൈസ് ചെയ്യുമ്പോൾ ദൈവം നമുക്ക് മേൽ പകരുന്ന ദൈവത്തിനൊരു സ്നേഹം വരും. ഹല്ലേലൂയ, സ്തോത്രം. അറിഞ്ഞ് ചെയ്യുക, ഞാൻ ആരുടേതാണെന്ന് അറിഞ്ഞ് ചെയ്യുക. ഹല്ലേലൂയ. റാഹബ ശക്തി കലാബഹോഷിയ. കഴിഞ്ഞ ഇന്ന് മോർണിംഗ് നടന്നൊരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞ നേരെ വചനത്തിലോട്ട് പ്രവേശിക്കുക. ഇന്ന് മോർണിംഗ് നടന്നൊരു കാര്യം. ഇന്ന് രാവിലെ എൻ്റെ കയ്യിൽ എൻ്റെ ഇളയ മകൻ ഇരിക്കുമായിരുന്നു. അപ്പം ഞാൻ എന്താ ചെയ്തേ? എൻ്റെ ചെരുപ്പ് ജസ്റ്റ് കാലുകൊണ്ട് തന്നെ ചെരുപ്പൊന്ന് കയറ്റി ഇങ്ങനെ ഇട്ടു. അപ്പോൾ കയറ്റിയിട്ടു. അതിൻ്റെ സ്ട്രാപ്പ് ഇടാനോ ഒന്നും ഞാൻ നിന്നില്ല. അങ്ങനെ മതി എന്നോർത്ത്. കാരണം എനിക്ക് അവനെ വെച്ചുകൊണ്ട് കുനിഞ്ഞത് ഇടുക ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞാൻ കംഫർട്ടബിളാണ്, അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല. പക്ഷേ പെട്ടെന്ന് എൻ്റെ കാലിൽ അങ്ങനെയാണ് എന്നറിഞ്ഞ എൻ്റെ മകൾ, എൻ്റെ മൂത്ത മോള് പെട്ടെന്ന് വന്ന് അപ്പം നടക്കല്ലേ എന്ന് പറഞ്ഞ് പെട്ടെന്ന് അവൾ ആ സ്ട്രാപ്പ് അങ്ങ് പിടിച്ചിങ്ങനെ ഒട്ടിച്ചു വെച്ചു. എന്ന് വെച്ചാൽ കുറച്ചുകൂടി ഞാൻ കംഫർട്ടബിൾ ആയിക്കോട്ടെ, ഇനി അത് ഒരു പ്രശ്നം എനിക്ക് ആകണ്ട, കുഞ്ഞു കയ്യിലിരിക്കുമല്ലേ. പക്ഷെ അവൾക്കൊരു 6-7 വയസ്സാണുള്ളത്. അവൾ പെട്ടെന്ന് വന്ന് ചെയ്ത് തന്നു. ഞാൻ അവളോടൊന്നും പറഞ്ഞൊന്നുമില്ല, എന്നാലും മോളെ താങ്ക് യു എന്നൊന്നും ഞാൻ പറഞ്ഞൊന്നുമില്ല. പക്ഷെ ഞാനിങ്ങനെ ചിന്തിച്ചു, അത്രയും ശ്രദ്ധയോടെ അവൾ അത് ചെയ്ത് തന്നുവല്ലോ എന്ന് തോന്നിയപ്പോൾ അവൾ ഇനി എന്നോടൊരു ചോക്ലേറ്റ് മേടിച്ച് തരാമോ എന്ന് ചോദിക്കണ്ട. എൻ്റെ ഉള്ളത്തിൽ ഇത് കിടക്കുന്നത് കൊണ്ട് തന്നെ എനിക്കൊരവസരം വരുമ്പോൾ ഞാൻ അവൾക്ക് മോളെ ഇത് നിൻ്റെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ മേടിച്ചു കൊടുക്കും. നീ ഇത് കഴിച്ചോ എന്ന് പറഞ്ഞാൽ ചോക്ലേറ്റ് മേടിച്ചു കൊടുക്കും. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതിൻ്റെ ആ ഒരു ആഴം നിങ്ങൾക്ക് മനസ്സിലായോ മക്കളെ? നമ്മളെപ്പോഴും ദൈവത്തോട് കിടന്ന് തായോ 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 ഈ ചോദിക്കുമ്പോഴല്ല, നമ്മൾ ഈ ആംബുലൻസ് ലൈറ്റ് ഇട്ട് കാണിക്കുമ്പോഴല്ല. കർത്താവിന് നമുക്ക് ആവശ്യമാണ്, നമുക്ക് ആവശ്യമാണ് ദൈവത്തിന് അറിയാം. പക്ഷേ നമ്മൾ കർത്താവിനെ കെയർ ചെയ്യുന്നു, നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു. അത് പ്രത്യേകിച്ച് എനിക്ക് വിസ കിട്ടാൻ വേണ്ടിയിട്ടല്ല, എനിക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ടല്ല, ഞാൻ കൂടെ പറയുന്നില്ല. ഈ കാര്യം നടക്കാൻ വേണ്ടിയിട്ടല്ല ഇവൻ എൻ്റെ കൂടെ കൂടിയേക്കുന്നേ എന്ന് തിരിച്ചറിയുമ്പോൾ തോന്നുന്ന ഉള്ളത്തിൽ നിന്ന് വരുന്നൊരു ആത്മാർത്ഥമായ സ്നേഹമുണ്ട്. അത് ദൈവത്തിങ്കിൽ നിന്ന് ഈ വർഷം നമുക്ക് പ്രാപിക്കണം. ഹല്ലേലൂയ, പ്രാപിക്കണം. അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ആവശ്യം. നാം ഇന്ന് ദൈവത്തിങ്കിൽ നിന്ന് അത് പ്രാപിക്കാനായി പോവുകയാണ്. ഒരു നിമിഷം കണ്ണുകൾ നിങ്ങൾക്ക് അടച്ച് ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ഒന്ന് ദൈവസന്നിധിയിൽ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ എന്നൊന്ന് വിളിച്ച്, യേശുവേ എന്നൊന്ന് വിളിച്ച്, ഒന്ന് പ്രാർത്ഥിച്ചേ ദൈവമക്കൾ, എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. Shalbra kanta bro shantaya la boro hosa labtas kebra hata ya shantaya ba
റീബാബാബാ ശംധുനിബി റീബൽ ഖബാനിയ ദൈവ കൃപാലബ അംധുനിബി ശംധുനിയ. ജീസസ്. ആമേൻ. ഗ്ലോറി ടു ഗാഡ്. അപ്പോസ്തല പ്രവൃത്തികൾ അതിൻ്റെ 14-ാമത്തെ അധ്യായം അതിൻ്റെ 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ച് നമുക്കതിനെക്കുറിച്ച് അല്പമായി ഒന്ന് ചിന്തിച്ച് നമുക്ക് വീണ്ടും പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 14-ാമത്തെ അധ്യായം അതിൻ്റെ 21 മുതൽ 23 വരെയുള്ള അനുഗ്രഹിക്കപ്പെട്ട തിരുവെഴുത്തുകൾ. നിങ്ങൾ ബൈബിളുള്ള എല്ലാവരും ഒന്ന് ബൈബിൾ തുറന്നേ. എല്ലാ ദൈവമക്കളും ഒന്ന് ബൈബിൾ തുറന്നേ. വായിച്ചേ. ആ പട്ടണത്തിലും സുവിശേഷം അറിയിച്ച് പലരെയും ശിഷ്യരാക്കിയ ശേഷം അവർ ലുസ്ത്ര, ഇക്കോന്യ, അന്ത്യോക്യ എന്ന പട്ടണങ്ങളിലേക്ക് മടങ്ങിച്ചെന്നു. വിശ്വാസത്തിൽ നിൽക്കണം എന്നും നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു. അവർ സഭതോറും അവർക്ക് മൂപ്പന്മാരെ നിയമിക്കുകയും ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് തങ്ങൾ വിശ്വസിച്ച കർത്താവിങ്കൽ അവരെ ഭരമേൽപ്പിക്കുകയും ചെയ്തു. നിങ്ങൾ എത്ര പേർ കേൾക്കുന്നുണ്ട്? ഈ വാക്യം തന്നെ ആരെങ്കിലും ഒരാൾ മാത്രം, ബാക്കി എല്ലാവരും മൈക്ക് അൺമ്യൂട്ട് ചെയ്യരുത്. വായിക്കുന്ന ഒരാൾ മാത്രം അൺമ്യൂട്ട് ചെയ്ത് ഒരാൾ എനിക്ക് ഈ വാക്യം ഒന്ന് വായിച്ച് കേൾപ്പിച്ചേ. ആ പട്ടണത്തിലും സുവിശേഷം അറിയിച്ച് പലരെയും ശിഷ്യരാക്കിയ ശേഷം അവർ ലുസ്ത്ര, ഇക്കോന്യ, അന്ത്യോക്യ എന്ന പട്ടണങ്ങളിലേക്ക് മടങ്ങിച്ചെന്നു. വിശ്വാസത്തിൽ നിലനിൽക്കണം എന്നും നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു. അവർ സഭതോറും അവർക്ക് മൂപ്പന്മാരെ നിയമിക്കുകയും ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് തങ്ങൾ വിശ്വസിച്ച കർത്താവിങ്കൽ അവരെ ഭരമേൽപ്പിക്കുകയും ചെയ്തു. തങ്ങൾ വിശ്വസിച്ച കർത്താവിങ്കൽ അവരെ ഭരമേൽപ്പിക്കുകയും ചെയ്തു. ദൈവത്തിന്റെ കയ്യിലേക്ക് ഒരു വിഷയത്തെ കൊടുക്കുന്നതിന് മുൻപ് അവർ ചെയ്ത കർമ്മം എന്തായിരുന്നു? അവർ ചെയ്ത കാര്യം എന്തായിരുന്നു? അവർ ഉപവസിച്ചു, അവർ പ്രാർത്ഥിച്ചു. ഒരു ഹല്ലേലൂയ പറയാൻ പറ്റുമോ? ആമേൻ. അവർ ഉപവസിച്ചു, അവർ പ്രാർത്ഥിച്ചു. ദൈവമല്ലേ, ദൈവത്തിന്റെ കൈയല്ലേ, മനുഷ്യരല്ലേ, ദൈവമല്ലേ വലുത്. അപ്പൊ മനുഷ്യരെ കൊണ്ട് കഴിയാത്തത് ദൈവത്തിന്റെ കയ്യിലേക്കല്ലേ കൊടുക്കുന്നത്? അതിന് ഫോർമാലിറ്റീസ് ആവശ്യമുണ്ടോ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ മാനുഷിക ബുദ്ധി ചിന്തിക്കാം. പക്ഷേ വേദപുസ്തകം പറയുന്നു, വിശുദ്ധ ബൈബിൾ സാക്ഷ്യപ്പെടുത്തുന്നു, അപ്പോസ്തലന്മാർ ചെയ്തിരിക്കുന്നു, അഭിഷിക്തന്മാർ ചെയ്തിരിക്കുന്നു. കർത്താവിന്റെ കൈകളിലേക്ക് കൊടുക്കുന്നതിന് മുൻപേ അവർ ഉപവസിച്ചു, അവർ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. എല്ലാറ്റിൻ്റെയും അവസാനമാണ് ദൈവകരങ്ങളിലേക്ക് കാര്യങ്ങൾ ഭരമേൽപ്പിക്കുന്നത്. ഈ ലോകത്തിൽ ഏതൊരു മനുഷ്യനും അങ്ങനൊരു റോളുണ്ട്. ഈ ലോകത്തിൽ ഏതൊരു മനുഷ്യനും അങ്ങനൊരു കർത്തവ്യമുണ്ട്. ദൈവകരങ്ങളിലേക്ക് എന്തെങ്കിലും ഒന്ന് ഏൽപ്പിക്കുന്നതിന് മുൻപേ ഇതായിരിക്കുന്നു എൻ്റെ വിഷയങ്ങളുടെ ഭാണ്ഡക്കെട്ട്, പിടിച്ചോണം, താഴെ പോകരുത്, സമയാസമയം കാര്യങ്ങൾ ചെയ്തു തന്നേക്കണം എന്ന് പറയുന്ന മൂഢ മനോഭാവത്തിൽ നിന്ന് ഒരാത്മീയ പക്വതയിലേക്ക് ഒരു വ്യക്തി കയറി വരുന്നു എങ്കിൽ അവനിത് ചെയ്യും. അവന്റെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും കുറവുണ്ടാകുകയില്ല.
ഒരാമേൻ പറയാൻ പറ്റുമോ? ഇന്ന് നാം ഈ 6 മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ വേർതിരിഞ്ഞിരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു പണി ഇല്ലാഞ്ഞിട്ടല്ല, നമുക്കൊരു 2 മണിക്കൂർ പ്രാർത്ഥന വെച്ചാൽ ബാക്കി എനിക്കൊരു 1.5 മണിക്കൂറോ 2 മണിക്കൂറോ എനിക്ക് കിടന്നുറങ്ങാം, ശേഷം എഴുന്നേറ്റ് എനിക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം, വേണമെങ്കിൽ വൈകുന്നേരം ഒരു മീറ്റിങ്ങും കൂടെ എനിക്ക് വെക്കാം. അങ്ങനെയൊക്കെ ചെയ്ത് കാര്യങ്ങൾക്കകത്തൊരു പൂർണ്ണതയൊക്കെ വരുത്താം. പക്ഷേ ഇടവേളകളില്ലാതെ എന്തുകൊണ്ട് 6 മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ ഇങ്ങനെ തന്നെ ഇരിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇത് എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. ബോധ്യം എത്ര പേർക്കുണ്ട്? ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും ദൈവം തന്നിരിക്കുന്ന ഒരു കൃപയെ നീ കുറയ്ക്കുകയല്ല, അത് നീ വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത്. പ്രൈസ് ടു ജീസസ്, ഹല്ലേലൂയ. ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും ദൈവം തന്നിരിക്കുന്ന അവസരങ്ങളെ നീ നഷ്ടപ്പെടുത്തുകയല്ല വേണ്ടത്, അത് പരമാവധി അതിന്റെ ഒപ്റ്റിമം ലെവലിൽ നീ അതിനെ യൂട്ടിലൈസ് ചെയ്യുകയാണ് വേണ്ടത്. ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും ദൈവം തയ്യാറാക്കിയിരിക്കുന്ന അവസരങ്ങളെ നിങ്ങൾ ഉപയോഗിക്കുകയാണ് വേണ്ടത്. അപ്പൊ സഭയില്ലാത്തവരല്ല പ്രാർത്ഥിച്ചത്, സഭയുടെ ഇൻചാർജ് എടുക്കാൻ വേണ്ടി മൂപ്പന്മാരില്ലാത്തവരല്ല പ്രാർത്ഥിച്ചത്. ഇനി ഒരു സഭ ഏറ്റെടുക്കാൻ മൂപ്പൻ ഇല്ലല്ലോ എന്ന വിഷയത്തിന് വേണ്ടിയിട്ടുമല്ല ഉപവസിച്ചത്. അവർ ലുസ്ത്രയിലും അവർ ലുസ്ത്രയിലും ഇക്കോന്യയിലും അന്ത്യോക്യയിലും ഒക്കെ ചെന്ന് അവിടെയെല്ലാം സഭ സ്ഥാപിച്ച് അവിടെ എല്ലാ സഭയിൽ ഓരോ മൂപ്പന്മാരെ ആക്കി കഴിഞ്ഞതിന് ശേഷം ഈ ആക്കിയ മൂപ്പന്മാരെയും ആ സഭയെയും അവിടുത്തെ വിശ്വാസികളെയും ഓർത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും അവിടുത്തെ ശിഷ്യന്മാരുടെ മനസ്സിനെ ഉറപ്പിക്കുകയും ഇനി ഈ പറഞ്ഞ ഉറപ്പും അവർക്ക് കൊടുത്ത വചനവും ദൂതും കൂടെ ചേർത്ത് ഒരുമിച്ച് ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് അവർ ഉപവസിച്ച് പ്രാർത്ഥിക്കുകയും ഏറ്റവും അവസാനം ഈ വിഷയം ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. ഏറ്റവും അവസാനം ഈ വിഷയം ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുകയും ചെയ്തു. നമ്മുടെ ചിന്ത ഇതാണ്, നമ്മുടെ പാർട്ട് നമ്മൾ ചെയ്യുന്നുണ്ടോ, അതോ സഭ സ്ഥാപിക്കുന്നത് മുതൽ മുഴുവൻ ഡ്യൂട്ടിയും കർത്താവിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്? ചിന്തിക്കണം. വെറുതെ ആമേൻ പറയരുത്, ചിന്തിച്ചിട്ടേ പറയാവുള്ളൂ. പൗലോസ് അതുപോലെ തന്നെ ബർണബാസും ഇവര് രണ്ടുപേരും കൂടെ ചെന്നിട്ട് ഒരു മരച്ചോട്ടിൽ പോയി മാറിയിരുന്നിട്ട്, കർത്താവെ സഭ ഉണ്ടാവട്ടെ, അവിടെ മൂപ്പൻ വരട്ടെ, അവിടെ ജനം വരട്ടെ എന്ന് പറഞ്ഞ് വെറുതെ ഇരുന്ന് ബാക്കിയെല്ലാം കർത്താവ് ചെയ്തു, എല്ലാം ദൈവകരങ്ങളിലിരിക്കുന്നു, എല്ലാം ദൈവകരങ്ങളിലിരിക്കുന്നു, എല്ലാം ദൈവകരങ്ങളിലിരിക്കുന്നു എന്ന് പറഞ്ഞ് വിടുവാണോ ചെയ്തേ? അവർ ചെയ്യേണ്ട പാർട്ട് ചെയ്തിട്ട് ഏറ്റവും അവസാനം ദൈവകരങ്ങളിൽ കൊടുക്കുകയാണോ ചെയ്തേ? നിന്റെ പ്രവർത്തികൾ ശുഭമാകുന്നത് നിന്റെ റോളിൽ നീ വിശ്വസ്തനായിരിക്കുമ്പോഴാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മുന്നേറ്റം ഉണ്ടാകുന്നത് മുന്നേറാൻ നിനക്കൊരു മനോഭാവം ഉള്ളപ്പോഴാണ്. നിന്റെ കർമ്മ മേഖല അനുഗ്രഹിക്കപ്പെടുന്നത് നീ നിന്റെ കർമ്മത്തിൽ വിശ്വസ്തനായിരിക്കുമ്പോഴാണ്. നിന്റെ ഫിനാൻഷ്യൽ മേഖല അനുഗ്രഹിക്കപ്പെടുന്നത് നീ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനിൽ നീ വിശ്വസ്തനായിരിക്കുമ്പോഴാണ്. നിന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുന്നത് നീ ഒരു നല്ല മാതൃകയായിരിക്കുമ്പോഴാണ്. നിന്റെ സഭ അനുഗ്രഹിക്കപ്പെടുന്നത് നീ ഒരു നല്ല കർത്താവായിരിക്കും, സഭയുടെ കർത്താവായിരിക്കുമ്പോഴാണ്. മീൻസ് നീ ഒരു നല്ല പാസ്റ്റർ ആയിരിക്കുമ്പോൾ, ഒരു നല്ല സിസ്റ്റർ ആയിരിക്കുമ്പോൾ, ഒരു പാസ്റ്റർ വൈഫ് ആയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു നല്ല ശുശ്രൂഷകനായിരിക്കുമ്പോൾ, ഒരു നല്ല പ്രവാചകനായിരിക്കുമ്പോഴാണ്. ഇൻക്ലൂഡിങ് മീ, ഞാൻ എന്നോടും കൂടെ തന്നെയാണ് ഈ പറയുന്നത്. ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഏതൊരു മേഖലകളും അനുഗ്രഹിക്കപ്പെടുന്നത് ഏൽപ്പിച്ചിരിക്കുന്ന, അത് അല്പമായിക്കോട്ടെ, നിന്നെ ഒന്ന് പ്രാർത്ഥിക്കാനായിരിക്കും ഏൽപ്പിച്ചേക്കുന്നത്, അല്ലെങ്കിൽ ഒന്ന് ലീഡ് ചെയ്യാനായിരിക്കും ഏൽപ്പിച്ചേക്കുന്നത്, അല്ലെങ്കിൽ ഒന്ന് വോർഷിപ്പ് ചെയ്യാനായിരിക്കും ഏൽപ്പിച്ചേക്കുന്നത്, അല്ലെങ്കിൽ ഒന്ന് പ്രബോധിപ്പിക്കാനായിരിക്കാം ഏൽപ്പിച്ചേക്കുന്നത്. ഏൽപ്പിച്ചിരിക്കുന്ന കാര്യം, അല്ലെങ്കിൽ ഒരു ടീച്ചിങ്ങിനായിരിക്കാം ഏൽപ്പിച്ചേക്കുന്നത്, അല്ലെങ്കിൽ ഒരു ക്ലറിക്കൽ പോസ്റ്റിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു അക്കൗണ്ട്സിലായിരിക്കാം, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷനിലായിരിക്കാം. വേറെവർ നീ എവിടെ ആയിരിക്കുന്നുവോ, നീ എന്ത് ഡ്യൂട്ടി ചെയ്യുന്നുവോ ആ ജോലിയിൽ നീ ഒരു അർപ്പണ മനോഭാവമുള്ളവനും
ഏറ്റെടുത്തിരിക്കുന്ന കാര്യങ്ങളിൽ നീ വിശ്വസ്തനായിരിക്കുമ്പോഴും മാത്രമാണ് നീ അനുഗ്രഹിക്കപ്പെടുന്നത്. ഇവിടെ പൗലോസും ബർന്നബാസും ദൈവസന്നിധിയിൽ ഉപവസിച്ചതും പ്രാർത്ഥിച്ചതും കർത്താവിൻ്റെ കയ്യിൽ കൊടുത്തതും അവരുടെ പാർട്ട് ചെയ്യാഞ്ഞിട്ടല്ല. അവരുടെ പാർട്ട് ചെയ്യാതെ അയ്യോ അമ്മേ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അബ്ബാ പിതാവേ നിനക്ക് സകലവും കഴിയും എന്ന് പറഞ്ഞ് എല്ലാം കൊണ്ട് കർത്താവിൻ്റെ തലമേൽ കൊണ്ട് വെച്ചു കൊടുക്കും അല്ല ചെയ്തേ. എല്ലാം കൊണ്ട് കർത്താവിൻ്റെ നിങ്ങൾ യേശുവിലേക്കൊന്ന് നോക്കുക. ഞാൻ നിങ്ങളെ എപ്പോഴും കൂട്ടിക്കൊണ്ടു പോകുന്നൊരു സ്ഥലം അതാ. നിങ്ങൾ യേശുവിലേക്ക് നോക്ക്. സകല ദൈവത്വം ഒഴിവാക്കി അവിടെ വെച്ചിട്ട് വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു, ഓടി വന്നു. എവിടെ ക്രൂശ് എന്ന് പറഞ്ഞ് ക്രൂശിൽ നോക്കി ഓടിച്ച് ചാടി 3 ആണിക്ക് വേണ്ടി കടന്നു കൊടുക്കുകയാണോ ചെയ്തേ? അല്ല. കർത്താവ് ഈ ഭൂമിയിൽ വന്ന് 3.5 വർഷക്കാലം തനിക്ക് ചെയ്യാനുള്ള ശുശ്രൂഷകൾ താൻ ഒരു അപ്പനും അമ്മയ്ക്കും കീഴ്പ്പെട്ട് വളർന്നു. അതിനുശേഷം താൻ ഒരു റബ്ബിക്ക് കീഴ്പ്പെട്ട് വളർന്നു. അതിനുശേഷം താൻ ന്യായപ്രമാണം മുഴുവനും പഠിച്ചു. അതിനുശേഷം താൻ ശുശ്രൂഷയിലേക്ക് ഇറങ്ങി. യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേറ്റു. നോക്കണം, നിങ്ങൾ ആ ഒരു ചാർട്ട് നോക്ക്. യേശുവിൻ്റെ വളർച്ച രീതി നോക്ക്. യേശു മിനിസ്ട്രിയിലേക്ക് ഇറങ്ങിയ രീതി നോക്ക്. യേശു കീഴ്പ്പെടേണ്ടടുത്ത് കീഴ്പ്പെട്ടു, ചെയ്യേണ്ടത് ചെയ്തു, അനുസരിക്കേണ്ടത് അനുസരിച്ചു, വിശ്വസ്തത ആചരിക്കേണ്ടത് വിശ്വസ്തത ആചരിച്ചു, സ്നാനമേൽക്കേണ്ടടുത്ത് സ്നാനമേറ്റു, പ്രാർത്ഥിക്കേണ്ടടുത്ത് പ്രാർത്ഥിച്ചു, അഭിഷേകം പ്രാപിക്കേണ്ടടുത്ത് അഭിഷേകം പ്രാപിച്ചു. ഇതൊന്നും കർത്താവ് ഈ നിയമം ഒന്നും വയലേറ്റ് ചെയ്തിട്ടില്ല. ഈ നിയമം ഒന്നും കർത്താവ് ബ്രേക്ക് ചെയ്തിട്ടില്ല. ഈ നിയമം ഒന്നും കർത്താവ് അമെൻഡ് ചെയ്തിട്ടുമില്ല. യേശു ചെയ്ത പാർട്ട് നിങ്ങൾ നോക്കുക. നമ്മളെ ദൈവം അനുഗ്രഹിക്കുന്നില്ല, ഉയർത്തുന്നില്ല, ഉപയോഗിക്കുന്നില്ല, വളർത്തുന്നില്ല എന്ന് നമ്മൾ പരിഭവം പറയുമ്പോൾ നിങ്ങൾ യേശുവിൻ്റെ ആ ഒരു ലിവിങ് സ്റ്റൈൽ നിങ്ങൾ നോക്കിയേ. എല്ലായിടത്തും കീഴ്പ്പെട്ട് അനുസരിച്ച് ചെയ്ത് ഇത് രാവിലെ ഇന്നലെ രാത്രി ഞാൻ ഒരാളുമായിട്ട് സംസാരിച്ചപ്പോൾ പറയുമായിരുന്നു, ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ അവരൊരു ഒരു ടാക്സ് ഇഷ്യൂ, ഒരു ഇൻകം ടാക്സ് ഇഷ്യൂവിൽ അവർക്കൊരു നോട്ടീസ് വന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്നോട് സംസാരിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ ഉള്ളത്തിൽ ഒരു ആലോചന ഇങ്ങനെ വന്നു. കർത്താവും ഇൻകം ടാക്സുമായിട്ട്, ഇൻകം ടാക്സ് അല്ല, കർത്താവ് ഒരു ടാക്സ് റിലേറ്റഡ് ഇഷ്യൂ ആയിട്ട് കർത്താവിൻ്റെ നേരെയും വിരൽ ചൂണ്ടി പത്രോസിനോട് പറയടാ, നിന്റെ റബ്ബി ഭയങ്കര വലിയ റബ്ബിയാണല്ലോ, പുള്ളി വലിയ അത്ഭുതം ചെയ്യുന്നുണ്ട്, അടയാളം ചെയ്യുന്നല്ലോ, എടാ പള്ളിക്ക് കൊടുക്കേണ്ട ടാക്സ് അടച്ചായിരുന്നോ? ഞങ്ങളുടെ വരുമാന ഖജനാവിലേക്ക് വരേണ്ട ടാക്സ് നിന്റെ കർത്താവായ യേശു അടച്ചായിരുന്നോ? ടാക്സ് അടച്ചായിരുന്നോ ചോദിച്ചു. നോക്കണം, എല്ലാത്തിലും കൊടുക്കാൻ നോക്കി, ഒരിടവും കൊടുക്കാൻ കിട്ടാത്തോണ്ട് അവസാനം ലീഗലി കൊടുക്കാന്ന് വിചാരിച്ചു. ടാക്സ് റിലേറ്റഡ് ആയിട്ട് നിയമപരമായി കൊടുക്കാനും നോക്കി. അതിന് അടച്ചായിരുന്നു. പത്രോസ് ഒന്ന് ഓടി, ഞാൻ ഒരു മിനിറ്റ് ഞാൻ ഒന്ന് ചോദിച്ചു നോക്കട്ടെ, ഞാൻ അതിൻ്റെ കർത്താവ് ടാക്സ് അടച്ച പേപ്പർ ഒന്നും കണ്ടില്ല, പുള്ളി അടയ്ക്കാത്ത ആളല്ല, പക്ഷെ ഞാൻ ഓടിപ്പോയിട്ട് വരട്ടെ എന്ന് പോയി ചോദിച്ചു. പറഞ്ഞൂടാ, മനുഷ്യപുത്രൻ അതിന് ഒഴിവുള്ള വ്യക്തിയല്ല. കൃത്യമായിട്ട് നമ്മൾ ടാക്സ് അടയ്ക്കണം. നീ പോയി ആദ്യം കടലിലേക്ക് ചെന്ന് ചൂണ്ടലെടുത്ത് ആദ്യം കാണുന്ന അതിൽ കൊത്തുന്ന ആദ്യത്തെ മീനിനെ നീ പുറത്തെടുക്കുക. അത് നെത്തോലിയാണെങ്കിൽ പോലും അതിൻ്റെ വയലിൽ എനിക്ക് നിനക്ക് വേണ്ടുന്ന ടാക്സ് ദൈവം നിക്ഷേപിച്ചിട്ടുണ്ട്. എടുക്കുക, പോകുക, പേ ചെയ്യുക, സ്ലിപ്പ് വാങ്ങുക, വരിക. നിയമത്തെ മറികടക്കാനല്ല ദൈവം പഠിപ്പിച്ചേക്കുന്നേ, നിയമത്തെ അനുസരിക്കാനാണ് ദൈവം പഠിപ്പിച്ചേക്കുന്നത്. ഈ 2023 നമ്മുടെ മുമ്പിൽ ദൈവം തന്നിരിക്കുന്ന ഒരു ഗവൺമെന്റ്, അവർ നമുക്ക് വെച്ചിരിക്കുന്ന ചില നിയമങ്ങൾ നമ്മളത് വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആ നിയമത്തെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആ നിയമത്തെ അനുസരിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ, ഈ 2024 നമുക്ക് നിയമം അനുസരിക്കുന്നവരായിരിക്കാം. നിങ്ങൾ യേശുവിലേക്ക് നോക്കി യേശു അനുസരിച്ചാൽ മാത്രം നിങ്ങൾ അനുസരിച്ചാൽ മതി. ഞാൻ പറയുന്നതുകൊണ്ട് നിങ്ങൾ ചെയ്യണമെന്നൊന്നുമില്ല. പള്ളിക്ക് കൊടുക്കേണ്ട ടാക്സ്, രാജ്യത്തിന് കൊടുക്കേണ്ട ടാക്സ്, അത് കൃത്യമായിട്ട് പേ ചെയ്ത് ജീവിതക്രമം സൂക്ഷിക്കുന്ന ഒരു അഭിഷിക്തനായിരുന്നു എൻ്റെ കർത്താവ്. അവർക്ക് അങ്ങനെ ഒരു നിയമമുണ്ട്. മാസാമാസങ്ങളിൽ ഇത്ര മാസം കൂടുമ്പോൾ സഭയ്ക്ക് ഇത്ര രൂപ അവർക്ക് കരം കൊടുക്കണം. ആ കരം യേശു കൊടുക്കാൻ, ഞാൻ ദൈവപുത്രൻ, എനിക്കതൊന്നും ബാധകമല്ല എന്നും പറഞ്ഞ് അവിടെ കർത്താവ് മാറി നിന്നില്ല. അവിടെ ചെയ്യേണ്ടത് ചെയ്തു. മോഷ്ടിക്കരുത്, മോഷണമാണ് ആ ചെയ്യുന്നത്, മോഷണമാണ്. ഹല്ലേലൂയ. മോഷ്ടിക്കരുത്. സഭയ്ക്ക് കൊടുക്കേണ്ടത് സഭയ്ക്ക് കൊടുക്കുക, മോഷ്ടിക്കരുത്. ദൈവദാസന് കൊടുക്കേണ്ടത് ദൈവദാസന് കൊടുക്കുക, മോഷ്ടിക്കരുത്. മോഷണമാണ്. നമ്മൾ ചെയ്യാത്തത് മോഷണമാണ്. യേശു പറയുന്നു, മനുഷ്യപുത്രൻ ഒഴിവുള്ളവനല്ല. ഈ നാട്ടിലെ സകല മനുഷ്യരും അത് ചെയ്യുന്നെങ്കിൽ എനിക്കെന്താ?
എനിക്കെന്താ പ്രത്യേകത? ഞാൻ ന്യായപ്രമാണം തകർക്കാൻ വന്നവനല്ലല്ലോ, ഞാൻ ന്യായപ്രമാണം പാലിക്കാൻ വന്നവനല്ലേ. ഞാനും ടാക്സ് കൊടുക്കേണ്ടവനാണ്. പത്രോസ്, പീറ്റർ, നീ കടലിലേക്ക് ചെന്ന് ചൂണ്ടലിട്ട് ആദ്യം കിട്ടുന്ന മീനെ എടുക്കുക, അതിന്റെ വായ തുറക്കുക, ദ്രഹ്മപ്പണം അതിനകത്ത് വെച്ചിട്ടുണ്ട്, എടുക്കുക, എനിക്ക് നിനക്കും ടാക്സ് അടയ്ക്കുക, സ്ലിപ്പ് മേടിക്കുക, വരിക, കൊടുക്കുക. ഹല്ലേലൂയ. അപ്പൊ കർത്താവിന്റെ പ്രാർത്ഥനകളൊക്കെയും വെള്ളത്തിൽ വരച്ച വരയല്ല, അല്ലെങ്കിൽ വെള്ളത്തിൽ പൊങ്ങുന്ന കുമിളകളല്ല. ചെയ്യേണ്ടത്, താൻ ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യേണ്ട പോലെ വൃത്തിയും വെടിപ്പോടും വിശ്വസ്തയോടും കൂടെ പൂർണ്ണതയോടും കൂടെ ചെയ്തതിന് ശേഷമാണ് താൻ പ്രാർത്ഥിച്ചത്. കമോ, നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? കിട്ടുന്നുണ്ടോ ഞാൻ പറയുന്നത് എന്താന്ന്? നമ്മുടെ പ്രാർത്ഥനയ്ക്കൊരു വാല്യൂ ഉണ്ടാകണമെങ്കിൽ, ഒരു വില ഉണ്ടാകണമെങ്കിൽ, പിശാചിന് അതിൻ്റെ മുന്നിൽ നിന്ന് കൊഞ്ഞണം കുത്താൻ സ്കോപ്പ് ഉണ്ടാവല്ലേ. നമ്മളൊക്കെ ചെന്നിരുന്ന ഭയങ്കരമായിട്ട് നീട്ടി അങ്ങ് പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും സാത്താൻ കൊഞ്ഞണം കുത്തിയിട്ടുണ്ടാവും. കാരണം നമ്മുടെ ഭാഗത്ത് ഒരുപാട് വീഴ്ചകൾ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കർത്തവ്യങ്ങൾ മറന്നുകൊണ്ട്, നമ്മുടെ കടമകൾ മറന്നുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സാത്താൻ കൊഞ്ഞണം കുത്തും. പുള്ളിക്ക് എവിടെ എന്തുണ്ടെന്ന് നോക്കിയാ ആള് നടക്കുന്ന, അല്പസമയമേ ഉള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ ഈ പറയുന്നത് എന്താണെന്നറിയാമോ? ഞാനൊരു അഭിവൃദ്ധി പ്രാപിക്കുന്നത് കണ്ട സാത്താൻ അതിനെ വന്ന് അങ്ങ് വശീകരിക്കാൻ ശ്രമിക്കുക എന്നാ. പക്ഷെ സാത്താന് പലപ്പോഴും പണി വളരെ കുറവാണ്. നമ്മൾ അവന്റെ പണി ഈസി ആക്കി കൊടുക്കുകയാണ്. പിശാചിന് അവന്റെ പണി ഈസി ആക്കി കൊടുക്കുകയാണ്. ഇതൊരു എക്സാമ്പിളാണ്. ടാക്സ് അടയ്ക്കുക എന്ന കർമ്മം, കരം കൊടുക്കുക എന്ന കർമ്മം യേശു മാറ്റിവെച്ച്, യേശു അത് പേയ്മെന്റ് ചെയ്യാതിരുന്നിട്ടാണ് കർത്താവ് ശുശ്രൂഷിക്കുന്നതെങ്കിൽ ശുശ്രൂഷ ഇത്രയും വിജയമാകത്തില്ല. രാജ്യത്തിന് കൊടുക്കേണ്ട കാര്യം കൊടുക്കാതെ, ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യം ചെയ്യാതെ, ലീഗലി നമ്മൾ സെക്യൂർഡ് ആകേണ്ട സ്ഥലത്ത് നമ്മൾ അത് ചെയ്യാതെ, അവിടെ നമ്മൾ ഒരു ഒഫൻസ് ചെയ്തിട്ട് പോയി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ സാത്താന് പണി ഈസിയാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവന് പ്രത്യേകിച്ച് പോരാടേണ്ട കാര്യമൊന്നുമില്ല. ഓൾറെഡി നമ്മൾ തന്നെ അവന്റെ കയ്യിൽ ചീട്ട് കൊടുത്തിട്ടുണ്ട്. അവനെ കീറിയാൽ മതി, നമ്മുടെ ചീട്ട് കീറി കൈ തരും. അപ്പോ യേശു ചെയ്ത രീതി, യേശു പ്രാർത്ഥിക്കുന്നതിന് മുന്നേ യേശു പ്രവർത്തിച്ചിരുന്നു. അപ്പൊ നമ്മുടെ ഭാഗത്തൊരു പ്രവൃത്തി ആവശ്യമാണ്. അതാ ഇപ്പൊ നമ്മൾ ഇവിടെയും പറഞ്ഞേ, പൗലോസും ബർണബാസും കൂടെ ചെന്ന് രാജ്യത്ത് ഓരോ സഭയിൽ ചെന്ന് രണ്ട് കൈയും പൊക്കി പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ നിന്ന് കഴിഞ്ഞാൽ അവർ ഇന്നും കൈയും പൊക്കി അവിടെ നിൽപ്പുണ്ടാവും. പക്ഷെ അവിടെ ചെന്നു, താൻ പ്രാർത്ഥനയോടെ ചെന്നു, താൻ പ്രവർത്തിക്കേണ്ട പോലെ പ്രവർത്തിച്ചു. സഭ അവിടെ ആരംഭിച്ചു. സഭയ്ക്കകത്ത് പ്രാർത്ഥിച്ചൊരു മൂപ്പനെ അപ്പോയിന്റ് ചെയ്തു. സഭയിൽ ശിഷ്യന്മാരെ കൽപ്പിച്ചാക്കി. എന്നിട്ട് വന്നിരുന്ന് ആ മൂപ്പന്മാരെയും സഭയെയും ശിഷ്യന്മാരെയും അവിടുത്തെ വേലയും എല്ലാം ദൈവസന്നിധിയിൽ വെച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിൽ കൊടുത്തു എന്നാ പറയുന്നത്. ഈ ദൈവകരങ്ങളിൽ കൊടുക്കുന്ന അവസാന, അതിനു മുന്നേ പ്രാർത്ഥിച്ചില്ലെന്നല്ല കേട്ടോ പാസ്റ്റർ പറഞ്ഞേ. അതിനു മുന്നേ പ്രാർത്ഥിച്ചിട്ട് പ്രവർത്തിച്ചു, വീണ്ടും പ്രാർത്ഥിച്ചു, അടുത്ത പ്രവൃത്തിക്ക് മുന്നേ പ്രാർത്ഥിച്ചു, വീണ്ടും പ്രവർത്തിച്ചു, വീണ്ടും അടുത്ത പ്രവൃത്തിക്ക് മുന്നേ പ്രാർത്ഥിച്ചു, വീണ്ടും പ്രവർത്തിച്ചു. എന്നിട്ട് ആകെ മൊത്തം ചെയ്ത വിഷയങ്ങൾ, കാര്യങ്ങൾ എല്ലാം കൂടെ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിൽ കൊടുത്തു. ഈ 2024 ഡിസംബറിൽ നിന്ന് എടുത്തങ്ങ് ചാടരുത് ജനുവരിയിലേക്ക്. ഈ ഡിസംബറിൽ നിനക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. 1-ാം തീയതി വന്നെങ്കിൽ എടുത്തങ്ങ് ചാടായിരുന്നു എന്ന് പറഞ്ഞ് നമ്മൾ നിൽക്കുക. പക്ഷേ ഓർക്കുക, വെറുതെ എടുത്ത് ചാടരുത്. ഞാൻ പണ്ട് കേട്ടിട്ട്, എടുത്ത് ചാടരുത്, കുടിച്ച് ചാകുമെന്ന്. ഒന്ന് ചിരിച്ചേന്നേ, നിങ്ങൾ ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കല്ലേ. ആമേൻ. അപ്പൊ എടുത്തങ്ങ് ചാടരുത്. ഡിസംബറിൽ നീ ഒന്നും പെൻഡിങ് ഇടരുത്. ഞാനൊന്നും പെൻഡിങ് ഇട്ടിട്ടില്ല കർത്താവേ എന്ന് പറഞ്ഞേ. ഞാനൊന്നും പെൻഡിങ് ഇടാൻ ഉദ്ദേശിച്ചിട്ടില്ല കർത്താവേ എന്ന് പറഞ്ഞേ. ഇൻക്ലൂഡിങ് മീ, ഒന്നും പെൻഡിങ് ഇടാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തെങ്കിലുമൊക്കെ നമുക്ക് കഴിഞ്ഞ വർഷം ഡിസംബറിൽ ചെയ്യാൻ പറ്റാത്തത് ഈ വർഷം ഡിസംബർ തീരുന്നതിന് മുന്നേ ചെയ്യാൻ പറ്റട്ടെ. കഴിഞ്ഞ വർഷം ജാനുവരി ചെയ്യാൻ പറ്റാത്തത് ഈ വർഷം ജാനുവരി ചെയ്യാൻ പറ്റട്ടെ. ഹല്ലേലൂയ. വ്യത്യാസം വേണ്ടേ? എന്നും രാവിലെ എഴുന്നേറ്റ് ചായ കുടിച്ചു, 8:30 ആയപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ഉച്ച ആയപ്പോൾ വീണ്ടും ലഞ്ച് കഴിച്ചു, അതിനുശേഷം വീണ്ടും ചായ കുടിച്ചു, വീണ്ടും. ഇത് തന്നെയല്ലേ 10 വർഷം, 10, 12, 20, 40, 30, 50, 70 വർഷം കൊണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നേ. ഒരു അപ്ഡേഷൻ വരട്ടെടോ. ഹല്ലേലൂയ. ഒരു വ്യത്യാസം വരട്ടെ ജീവിതത്തിന്. സാത്താനും ചിന്തിക്കും, ഇവ ഇതിനായിട്ടാണോ ജനിച്ചതെന്ന്. ഹല്ലേലൂയ. അയാൾ നോക്കുമ്പോൾ നമുക്കൊരു മാറ്റവും ഇല്ല. ആളിപ്പം അടുത്തു. നമ്മൾ പറയാ പോരാട്ടം. പുള്ളി പോരാട്ടം നിർത്തിയിട്ട് കാലം കുറെ ആയി കാണും.
നമ്മൾ തന്നെ നമുക്ക് നേരെ പോരാടിക്കൊണ്ടിരിക്കുമ്പോഴേ പറയുന്നത് പുള്ളി നമുക്ക് നേരെ പോരാടുവാണ്. സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. ഒരു മാറ്റം വരട്ടെ. പുതിയ വർഷം പോലും ദേ മാറുന്നു, കലണ്ടറിന്റെ പേജ് പോലും മറിയുന്നു. പക്ഷെ നമ്മൾ ഇതുവരെ മറിഞ്ഞില്ല, മറിയാമയായിട്ടിരിക്കുക നമ്മളിങ്ങനെ. ഹല്ലേലൂയ. യോ, മറിയാമ്മ ഉണ്ടെങ്കിൽ എന്നോട് പിണങ്ങല്ലേ. നിങ്ങൾ ചിരിച്ചാലേ എനിക്ക് സമാധാനം വരുവോളേ, എന്നാലേ ഇനി അടുത്ത പ്രസംഗം വരുവുള്ളൂ. മറിയാമ്മമാരുണ്ടെങ്കിൽ എന്നോട് പിണങ്ങരുത്. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, മറിയാത്തവരായിരിക്കും. ഞാൻ എന്തിനാ പറയുന്നത്, ഞാൻ വേർഡിൽ നിന്ന് സംസാരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഈ 6 മണിക്കൂർ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ ഈ പറയുന്നതല്ല എന്നോടും കൂടെ കേട്ടോ, എൻ്റെയും കൂടെ ഡിസിഷനാണ് ഞാൻ നിങ്ങളെ അറിയിക്കുന്നത്. എൻ്റെയും കൂടെ ഡിസിഷൻ. നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ ഈ ജാനുവരി മുതൽ നമ്മൾ മെഡിസിൻ മേടിക്കാൻ ബുദ്ധിമുട്ടുന്നവർക്ക് നമ്മളാൽ കഴിയുന്ന നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് ദൈവം തരുന്ന ഇൻകത്തിൻ്റെ ഒരംശം നമ്മൾ കർത്താവിൻ്റെ പിന്നെ മെഡിസിൻ മേടിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുന്നവർക്ക് അതിൻ്റെ ചെറിയൊരു പോർഷൻ നമ്മൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. എന്തിനാണ് ഞാൻ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത്, അല്ലെങ്കിൽ എന്തിനാ എൻ്റെ ഉള്ളത്തിൽ ദൈവം അങ്ങനെ ഒരു കാര്യം തന്നു? അതെന്തിനാണെന്ന് ചോദിച്ചാൽ ഇയാൾ മെഡിസിൻ മേടിച്ച് ഇയാൾ അതിന് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കെല്ലാം തികയുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് മറുപടിയൊന്നുമില്ല, അതിനൊന്നും മറുപടിയില്ല. എന്നാൽ നമ്മളെ കൊണ്ട് ഞാൻ ഈ ചെയ്യുന്നതിൻ്റെ ബ്ലെസ്സിങ് ആർക്കൊക്കെയാന്ന് ചോദിച്ചാൽ ദേ ഇരിക്കുന്ന നിങ്ങൾക്കുൾപ്പെടെയാണ്. കാരണം ഈ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ വരുന്നു, സഹകരിക്കുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി, ഈ പ്ലാറ്റ്ഫോമിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് ദൈവം എന്നിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ചെയ്യുമ്പോൾ അതിൻ്റെ ബ്ലെസ്സിങ് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെയാണ്. ഹല്ലേലൂയ. നമ്മൾ അതെന്തിനു ചെയ്യുന്നു? എനിക്ക് കഴിഞ്ഞ വർഷം ജാനുവരിയിൽ എനിക്കത് ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ ഈ വർഷം ജാനുവരി ചെയ്യുന്നു. അപ്പോൾ എനിക്കൊരു പറയാനൊരു കാര്യമുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു വളർച്ച വന്നിട്ടുണ്ട്. എങ്ങനെ? ചെറിയൊരു വളർച്ച നമുക്ക് സ്പിരിച്വലി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ വർഷം ജാനുവരി ചെയ്യാൻ പറ്റാത്തത് ഈ വർഷം ജാനുവരി ചെയ്യുന്നത്. അടുത്ത വർഷം ജാനുവരിയിൽ നമ്മൾ മറ്റൊരു വ്യക്തിക്ക് വീട് വെച്ച് കൊടുക്കും. ഒരാമേൻ പറഞ്ഞേ. വീടില്ലാത്തൊരു വ്യക്തിക്ക് സന്തോഷമില്ലേ? എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ പറയുകയാണ്, ഞാൻ വീട് വെച്ച് കൊടുക്കും. അടുത്ത വർഷം ജാനുവരിയിൽ ഞാൻ വീട് വെച്ച് കൊടുക്കും. ഞാൻ പറയുക, ഞാൻ വിശ്വാസത്തോടെ പറയുക. കർത്താവിന് എന്താ അസാധ്യമായിട്ടുള്ളത്? മേളിൽ നിന്ന് ഇറങ്ങി വന്ന് ചെയ്യത്തൊന്നുമില്ല. അതാണ് ആകെ മൊത്തം ക്രിസ്തീയ കോളത്തിന് പറ്റിയേക്കുന്ന ഒരു അമളി. അതാ, മേളിൽ നിന്ന് ഇറങ്ങി വന്ന് ചെയ്യത്തൊന്നുമില്ല, താഴെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന എന്നിലൂടെ ചെയ്യിക്കും. ദൈവം ചെയ്യും എന്ന് പറയുമ്പോൾ മേളിൽ നിന്ന് ആൾ അങ്ങനെ ഇറങ്ങി വന്ന് ചെയ്യത്തൊന്നുമില്ല. എന്നെ വെറുതെ ഇവിടെ 3 നേരം ഭക്ഷണം കഴിക്കാനല്ല ആക്കിയേക്കുന്നേ, താഴെ ജീവിക്കുന്ന എന്നിലൂടെ അവിടുന്ന് വഴികൾ തുറന്നു തന്ന് ചെയ്യിക്കും. അങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. നമ്മൾ ഈ നീട്ടി വാങ്ങാൻ വേണ്ടി മാത്രം ഉള്ളവരല്ല, കൊടുക്കാൻ കൂടെ ഉള്ളവരാണ്. ഒരു ആമേൻ പറഞ്ഞേ. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. നമ്മൾ ചെയ്യും. എഫദ ഇൻ ജീസസ് മിനിസ്ട്രീസ് ചെയ്യും. ഹല്ലേലൂയ. അതുപോലെ ഒന്നുകൂടെ പറഞ്ഞേ, അടുത്ത വർഷം നമ്മുടെ ഈ മീറ്റിംഗ് നമ്മുടെ പ്രെയർ ഹാളിനകത്ത് വെച്ച് നടത്തും. അതിന്റെ ലൈവ് ആയിരിക്കും വിടുന്നത്. ഒരാമേൻ പറയാൻ പറ്റുമോ? സന്തോഷമില്ലാന്ന് തോന്നുന്നു. അടുത്ത വർഷം ഇതുപോലത്തെ മീറ്റിംഗ് പ്രെയർ ഹാളിനകത്തുനിന്ന് ലൈവ് വിടും. ഒന്ന് പറഞ്ഞേ. യൂട്യൂബിൽ കാണുന്നവരൊന്ന് പറഞ്ഞേ ദൈവമക്കൾ, ആരെങ്കിലുമൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യും. നിങ്ങൾ ആര് പറഞ്ഞില്ലെങ്കിലും പാസ്റ്റർ പറയും. പാസ്റ്ററിന് അത്ര ഉറപ്പുണ്ട്. ഹല്ലേലൂയ. ആമേൻ. അടുത്ത വർഷത്തെ ലൈവ് ചർച്ചിനകത്തുനിന്നായിരിക്കും പോകുന്നത്. ആമേൻ. കർത്താവ് അത് ചെയ്യുന്നതിനാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോ പറഞ്ഞു വന്നതിന്റെ സാരം, നമ്മൾ ചെയ്യേണ്ട പാർട്ട് ചെയ്യുക. സമയം മുമ്പോട്ട് പോകുന്നു. അപ്പോൾ ആ പട്ടണത്തിലും സുവിശേഷം അറിയിച്ച് പലരെയും ശിഷ്യരാക്കിയ ശേഷം അവർ ലുസ്ത്ര, ഇക്കോന്യ, അന്ത്യോക്യ എന്ന പട്ടണങ്ങളിലേക്ക് മടങ്ങിച്ചെന്നു. ശിഷ്യരാക്കിയ ശേഷം മടങ്ങിച്ചെന്നു. കർത്താവ് ഏൽപ്പിച്ച ഒരു ദൗത്യം ചെയ്തതിന് ശേഷമുള്ള മടങ്ങി വരവെന്ന് പറയുന്നത്. എന്റെ കൂടെ ഉണ്ടോ നിങ്ങള്? കർത്താവ് ഏൽപ്പിച്ച ദൗത്യം. ഇതൊക്കെ ഭയങ്കരമായിട്ട് സ്പിരിച്വൽ സ്പാർക്കിംഗ് ഉണ്ടാക്കുന്ന പോയിന്റ് ആണേ. അവര് വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. അനുകൂല സാഹചര്യത്തിനകത്താണോ അവർ ഇപ്പൊ ഈ പണി ചെയ്തതെന്ന് പുറകിലോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ 19-ാമത്തെ അധ്യായം വായിച്ചാൽ 21-ാമത്തെ അധ്യായം ഇവരെങ്ങനെ എഴുതി വെച്ചു എന്ന്, 19-ാമത്തെ വാക്യം വായിച്ചാൽ 21-ാമത്തെ വാക്യം ഇവർ എങ്ങനെ എഴുതിയെന്ന് നമ്മൾ തല കുത്തി നിന്ന് ചിന്തിച്ചാലും നമുക്ക് മനസ്സിലാവൂല.
19-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ആരെങ്കിലും ഒരാളൊന്ന് 19-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അപ്പോസ്തല പ്രവർത്തികൾ 14-ാമത്തെ അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അൺമ്യൂട്ട് ചെയ്ത് വായിച്ചേ. എന്നാൽ അന്ത്യോക്യയിൽ നിന്നും യഹൂദന്മാർ വന്നുകൂടി പുരുഷാരത്തെ വശത്താക്കി പൗലോസിനെ കല്ലെറിഞ്ഞു. അവൻ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് അവനെ പട്ടണത്തിന് പുറത്ത് ഇഴച്ചു കളഞ്ഞു. ഒരു മിനിറ്റ് സിസ്റ്ററെ, ഒരു മിനിറ്റ്. 19-ാമത്തെ വാക്യത്തിൽ ചെയ്ത പണി ഇതാണ്. പുരുഷന്മാരെ വശത്താക്കി പൗലോസിനെ കല്ലെറിഞ്ഞു. മരിച്ചു എന്ന് വിചാരിച്ചിട്ട് പട്ടണത്തിൽ നിന്ന് വലിച്ചിഴച്ചു കളഞ്ഞു. നിന്നെ വലിച്ചിഴച്ച് പുറത്താക്കിയ സ്ഥലത്തേക്ക് നിന്നെ വിളിച്ച് കയറ്റുന്ന ഒരു സമയം വരുന്നു. നിന്നെ വലിച്ചെടുത്ത് പുറത്തിട്ട സ്ഥലത്ത് നിന്ന് നിന്നെ വിളിച്ചു കയറ്റുന്ന സമയം വരുന്നു. 19-ാമത്തെ അധ്യായത്തിൽ കല്ലെറിഞ്ഞു കൊന്നു, അങ്ങനെ തന്നെ പറയണം. മരിച്ചു എന്ന് അവർക്ക് വെറുതെ തോന്നത്തില്ലല്ലോ. മരിച്ചു എന്ന് വിചാരിച്ച് വലിച്ചിഴച്ച് പുറത്തിട്ട് കളഞ്ഞു. അപ്പൊ വലിച്ചിഴച്ചു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അപ്പൊ കുറെ പേരെ വശത്താക്കിയാണ് കല്ലെറിഞ്ഞത്. കാര്യം എന്താ? ഇവനിലൂടെ 21-ാമത്തെ അധ്യായത്തിൽ ഒരു അസാധാരണ പ്രവൃത്തി നടക്കാനുണ്ട്. നിനക്കെതിരെ വാക്കുകളുടെ കല്ലെറിയുന്നതും ആരോപണങ്ങളുടെ കല്ലെറിയുന്നതും ആശയങ്ങളുടെ കല്ലെറിയുന്നതും നീ ചെയ്ത ചില കാര്യങ്ങൾ, നീ പ്രസംഗിച്ച ചില കാര്യങ്ങളെയൊക്കെ എടുത്തു വെച്ച് കല്ലായിട്ട് എറിയുന്നതൊക്കെ 21-ാമത്തെ വാക്യത്തിൽ ചിലത് നടക്കാനുള്ളത് കൊണ്ടാണ്. വലിച്ചഴച്ച് പുറത്ത് കളഞ്ഞവൻ 20-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. എന്നാൽ ശിഷ്യന്മാർ അവനെ ചുറ്റി നിൽക്കയിൽ അവൻ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെന്നു. പിറ്റേന്നാൾ ബർന്നബാസിനോട് കൂടെ ദർബയിലേക്ക് പോയി. പിറ്റേന്നാൾ ദർബയിലേക്ക് പോയി. ഇവിടെ മുട്ടിടിച്ച് വീണ 1.5 മാസം പോയി കിട്ടുന്ന കാല. 1.5 മാസം എഴുന്നേറ്റ് നടക്കാൻ മേലാത്ത അവസ്ഥയിലാകുന്നിടത്ത് ഒരു പുരുഷാരെ മുഴുവൻ, യഹൂദന്മാരുടെ പൊക്കവും വണ്ണവും ആരോഗ്യവും എന്നൊക്കെ വെച്ചാൽ ചെറുതൊന്നും അല്ല. അവിടുത്തെ കല്ലെന്ന് വെച്ചാൽ ഇവിടെ നമ്മള് ടാറിന്റെ കൂടെ മിക്സ് ചെയ്യുന്ന ചെറിയ കല്ലുമല്ല, ചെറിയ ചിപ്സ് പോലത്തെ കല്ലൊന്നും അല്ല. നല്ല 1-ാം തരം ഉരുളാൻ കല്ലാണ്. ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറയുന്ന പോലെ പണ്ടത്തെ ഒരു എറിയൊക്കെ കിട്ടിയതാ. എനിക്ക് കൊണ്ടിട്ടൊന്നുമില്ല, ഞാൻ പറഞ്ഞതാ. അപ്പൊ അങ്ങനത്തെ കല്ലെടുത്ത് പൗലോസിനെ എറിഞ്ഞു എന്ന് പറയുമ്പോൾ വളഞ്ഞിട്ടെറിഞ്ഞു. ആളുടെ ബോധം പോയത് കൊണ്ട് വലിച്ചഴച്ചതുപോലെ അറിയാത്തത്. മരിച്ചു എന്ന് അവർ ഉറപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഇവന് കണ്ണുണ്ടോ മൂക്കുണ്ടോ വായുണ്ടോ എന്ന് അറിയാൻ പറ്റാത്ത രീതിയിൽ രക്തത്തിൽ കുളിച്ചു. ഇവൻ ശ്വാസം എടുക്കുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റാത്ത പോലെ, മൂക്ക് ഏതാ ചുണ്ട് ഏതാന്ന് അറിയാൻ പറ്റാത്ത രീതിയിൽ നന്നായിട്ട് കിട്ടി രക്തത്തിൽ കുളിച്ചു. ഇവന്റെ വയറ് പൊങ്ങുന്നുണ്ടോ താഴുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റാത്ത പോലെ അവന്റെ ശരീരം മുഴുവൻ രക്തത്താൽ കുളിച്ചു. അതുകൊണ്ടാ മരിച്ചു എന്നാ തോന്നുന്നേ, കാരണം രക്തം മുഴുവൻ വാർന്നു. വലിച്ചെടുത്ത് പട്ടണത്തിന് പുറത്തിടുന്ന് പറഞ്ഞു. പുറത്തെടുത്തിട്ടു. അവിടെയും എഴുന്നേൽപ്പിച്ചു വിട്ട ഒരു ദൈവം. പലരുടെയും മനസ്സിൽ നിന്ന് നിങ്ങളെ വലിച്ചെടുത്ത് പുറത്തിറങ്ങി കാണും, പലരുടെയും വീട്ടിൽ നിന്ന് നിങ്ങളെ വലിച്ചെടുത്ത് പുറത്തിറങ്ങി കാണും. പക്ഷേ നിന്നെ എഴുന്നേൽപ്പിച്ചു വിടേണ്ട ദൗത്യം ദൈവത്തിൻ്റെതാ. കാരണം എല്ലാം പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിൽ കൊടുക്കുന്ന ഒരു ശീലം ഈ അഭിഷിക്തനുണ്ടായിരുന്നു. അതാണ് നമ്മൾ വായിച്ചു നിർത്തിയത്. ഈ അഭിഷിക്തൻ എല്ലാം പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിൽ കൊടുക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. അവിടുന്നാണ് 21-ാമത്തെ വാക്യം എഴുതിയേക്കുന്നത്. ആ പട്ടണത്തിലും സുവിശേഷം അറിയിച്ച് പലരെയും ശിഷ്യന്മാരാക്കിയ ശേഷം അവർ ലുസ്ത്ര, ഇക്കോന്യ, അന്ത്യോക്യ എന്ന പട്ടണങ്ങളിലേക്ക് മടങ്ങിച്ചെന്നു. വിശ്വാസത്തിൽ നിലനിൽക്കണം. ഈ 2024 പരിശുദ്ധാത്മാവിന് പറയാനുള്ളത് അതാണ്. വിശ്വാസത്തിൽ നിലനിൽക്കണം. ഒന്ന് പറഞ്ഞേ, ഞാൻ വിശ്വാസത്തിൽ നിലനിൽക്കും. എത്ര പേർക്ക് ഒന്ന് ചേർന്ന് പറയാൻ പറ്റും? ഞാൻ വിശ്വാസത്തിൽ നിലനിൽക്കും. ഒന്ന് ചേർന്ന് പറഞ്ഞേ, ഞാൻ വിശ്വാസത്തിൽ നിലനിൽക്കും. കാരണം എനിക്ക് വന്ന ഈ ഇതൊന്നും കണ്ട് നിങ്ങൾ അസ്വസ്ഥപ്പെടരുത്. വിശ്വാസത്തിൽ നിലനിൽക്കണം. ഈ മനുഷ്യൻ എഴുന്നേറ്റ് പോകുന്ന എന്തുകൊണ്ടാ? അപ്പം വിശ്വാസത്തിൽ നിലനിന്നത് കൊണ്ടാ. ഈ മനുഷ്യന്റെ മേൽ ദൈവശക്തി വ്യാപരിച്ചത് എന്തുകൊണ്ടാ? വീണ്ടും വിശ്വാസത്തിൽ നിലനിന്നത് കൊണ്ടാ. വിശ്വാസത്തിൽ നിലനിൽക്കണം എന്നും നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കണം. അപ്പൊ ദൈവരാജ്യത്തിലേക്കുള്ള വഴി എന്ന് പറയുന്നത് അനേക കഷ്ടങ്ങൾക്കകത്തുകൂടി പ്രവേശിക്കേണ്ട പാതയാണ്.
ക്രിസ്തു എങ്ങനെ ദൈവരാജ്യത്തിന്റെ അനുഭവത്തെ പഠിപ്പിച്ചു എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാവും. വെറുതെ വീട്ടിൽ നിന്ന് ഇറങ്ങുക, കാറിന്റെ ഡോറ് തുറക്കുക, കീട്ട് സ്റ്റാർട്ട് ചെയ്യുക, നേരെ ദൈവരാജ്യം എന്ന് പറഞ്ഞ് ചാടിക്കേറുക എന്നൊരളവിലല്ല എന്ന്. ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്, സഹിക്കേണ്ട കാര്യങ്ങളുണ്ട്, പഠിക്കേണ്ട കാര്യങ്ങളുണ്ട്, പഠിപ്പിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇങ്ങനെ പലതിനകത്തുകൂടി കാണരുതാത്ത കാര്യങ്ങളുണ്ട്, കാണേണ്ട കാര്യങ്ങളുണ്ട്, കേൾക്കരുതാത്ത കാര്യങ്ങളുണ്ട്, കേൾക്കേണ്ട കാര്യങ്ങളുണ്ട്, പറയരുതാത്ത കാര്യങ്ങളുണ്ട്, പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇങ്ങനെ പലതിനകത്തുകൂടിയും നാം ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു. ഈ ദൈവരാജ്യത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കുന്നത് വരെയുള്ള പോരാട്ടേ ഉള്ളൂ. ഹല്ലേലൂയ. കടക്കേണ്ടതാകുന്നു എന്നും ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു. അപ്പൊ മനസ്സിളകാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് മനസ്സുറപ്പിക്കുന്നത്. മനസ്സിളകാൻ സാധ്യതയുണ്ട്. നമ്മൾ ഇത്രയും പ്രസംഗം കേട്ടാലും ഇത്രയൊക്കെ പ്രാർത്ഥിച്ചാലും മനസ്സിളകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞേ, നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കണമെന്ന് അവൻ മനസ്സ് ഉറപ്പിച്ചു പോന്നു. മനസ്സുറപ്പുള്ളവനെ തൊടാനൊക്കത്തില്ല. മനസ്സുറപ്പുള്ളവനെ സാത്താന് തൊടാനൊക്കത്തില്ല. അപ്പോ മനസ്സുറപ്പിച്ചു പോന്നു. അവർ സഭതോറും അവർക്ക് മൂപ്പന്മാരെ നിയമിക്കുകയും ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് തങ്ങൾ വിശ്വസിച്ച കർത്താവിങ്കൽ അവരെ ഭരമേൽപ്പിക്കുകയും ചെയ്തു. ഇന്ന് നാം ചിന്തിക്കുന്നത് ഇതാണ്. നമ്മുടെ ഒരു വർഷത്തെ കാര്യങ്ങൾ ദൈവസന്നിധിയിൽ ഭരമേൽപ്പിക്കാൻ നാം തയ്യാറെടുക്കുമ്പോൾ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ സ്വഭാവത്തിൽ, എൻ്റെ സകലവിധമായ കാര്യങ്ങൾ, എൻ്റെ ഫിസിക്കൽ ലൈഫിൽ, എൻ്റെ കരിയറിൽ, എൻ്റെ ജോലി മേഖലയിൽ, എൻ്റെ മിനിസ്ട്രിയിൽ, എൻ്റെ ഫാമിലിയിൽ, എൻ്റെ സൊസൈറ്റിയിൽ ഞാൻ വിശ്വസ്തനായിരിക്കും. എനിക്ക് കഴിഞ്ഞ വർഷം ചെയ്യാൻ കഴിയാത്തത് എനിക്ക് ഈ വർഷം ചെയ്യണം. എനിക്ക് കഴിഞ്ഞ മാസം ചെയ്യാൻ കഴിയാത്തത് എനിക്ക് ഈ മാസം മുതൽ ചെയ്യണം. കമോൺ, ഞാൻ അതാ പറഞ്ഞത്. സാത്താൻ നമ്മളെ നോക്കി പരിഹസിക്കരുത്. നിങ്ങൾക്കറിയാവോ, ദൈവസന്നിധിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട മക്കൾക്കും ദൂതന്മാർക്കും മാത്രമല്ല സ്ഥാനമെന്ന് നിങ്ങൾക്കറിയാവോ? അവിടെ വിസിറ്റ് ചെയ്യുന്നത് ദൂതന്മാരും ദൈവമക്കൾ മാത്രമല്ല എന്നറിയാമോ? സാത്താനും വിസിറ്റ് ചെയ്യുന്നുള്ള കാര്യം നിങ്ങൾക്കറിയാവോ? അറിയാം. ഇയ്യോബിന്റെ പുസ്തകത്തിൽ നോക്കിയാലും നിങ്ങൾക്ക് കാണാം, ദേവന്മാരുടെ സന്നിധിയിൽ സാത്താനും പോയി നിന്നു, പിശാചും പോയി നിന്നു. ഹൂ ഈസ് സാത്താൻ? അപവാദി, അപവാദം പറയുന്നത്, കുറ്റം പറയുന്നവൻ, അവനാണ് സാത്താൻ. ഹല്ലേലൂയ. പിന്നെയോ യെഹെസ്കേലിന്റെ പ്രവചന പുസ്തകം പഠിക്കുമ്പോ യോശുവ മുഷിഞ്ഞ വസ്ത്രം എന്ന് പറഞ്ഞ് അവിടെ വേണ്ടടാ യഹോവയുടെ സന്നിധിയിൽ സാത്താൻ പോയി നിന്ന് കുറ്റം ചുമത്തുന്നു. അപ്പോ സാത്താൻ ദൈവസന്നിധിയിൽ പോയി ഇടയ്ക്കിടയ്ക്ക് പറയാനുള്ള അവസരം വെക്കാതെ തികച്ചും ഒരു വ്യത്യസ്തനായി, നിന്നെ ആരും അക്സെപ്റ്റ് ചെയ്യണ്ട, പക്ഷെ എന്നെ ദൈവം അക്സെപ്റ്റ് ചെയ്യാതിരിക്കരുത്. ആരും എന്നെ അക്സെപ്റ്റ് ചെയ്യണ്ട, ആരും എൻ്റെ പ്രസംഗം കൊള്ളാന്ന് പറയണ്ട, ആരും ഇവൻ നല്ലൊരു ദൈവവൈതലാന്ന് പറയണ്ട. ഞാൻ നിങ്ങളോട് പറയുന്ന കേട്ടോ, ആരും ഇവൻ നന്നായിട്ട് പ്രാർത്ഥിക്കും, ഇവള് നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു കുട്ടിയാണ് പറയണ്ട, പക്ഷെ എൻ്റെ ദൈവം പറയാതിരിക്കരുത്. ഈ 2024 മറ്റുള്ളവരെ നോക്കി ജീവിക്കണ്ട, എൻ്റെ യേശുവിൻ്റെ മുഖം നോക്കി ഞാൻ ജീവിക്കുമെന്ന് പറഞ്ഞേ. ഈ 2024 ഞാൻ മനുഷ്യരെ നോക്കി ജീവിക്കത്തില്ല, ഞാൻ മനുഷ്യരെ നോക്കി പ്രാർത്ഥിക്കത്തില്ല, ഞാൻ മനുഷ്യരെ നോക്കി പ്രവചിക്കത്തില്ല, ഞാൻ മനുഷ്യരുടെ മുഖം നോക്കി പ്രസംഗിക്കത്തില്ല, എൻ്റെ ദൈവത്തിൻ്റെ മുഖം നോക്കി പ്രവചിക്കും, പ്രസംഗിക്കും, ജീവിക്കും എന്നൊന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. ഈ ഡിസിഷൻസ് ഒക്കെ എടുക്കുമ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കണം, അങ്ങനെ ചെയ്യാനുള്ളതാ. തീരുമാനത്തോടെ വേണം മുമ്പോട്ട് പോകാൻ. പറഞ്ഞേ, എന്നെ കൊണ്ട് കർത്താവ് ഈ വർഷം വലിയ കാര്യങ്ങൾ ചെയ്യിക്കുന്നു പറഞ്ഞേ. അത് നാളെ മുതലല്ല, ഇന്ന് മുതലാന്ന് പറഞ്ഞേ. ആമേൻ. എന്നാ ഇനി നാളെ എന്ന് പറയാൻ പോണേ? ഇന്ന് മുതൽ എന്നെ കൊണ്ട് കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞേ. നിങ്ങൾ പറയുന്നത് സംഭവിക്കും, നിങ്ങൾ പറയുന്നതേ സംഭവിക്കൂ. നിങ്ങൾ മീൻ വാ തുറക്കുന്ന പോലെ മാ തുറക്കരുത്.
മീനിൻ്റെ അളവിനനുസരിച്ചാണ് വാ തുറക്കുന്നത്. അതിനെ സംബന്ധിച്ച് അതിനെ തട്ടിച്ച് നോക്കുവാണെങ്കിൽ അതിൻ്റെ മാക്സിമമാണ് അത് വാ തുറക്കുന്നത്. മീൻ വാ തുറക്കുന്നില്ലേ, മേ എന്ന് പറഞ്ഞ് അത് അതിൻ്റെ മാക്സിമം ആണ് ചെയ്യുന്നത്. യു ഹാവ് ടു ഡു യുവർ മാക്സിമം. യു ക്യാൻ ഡു ദാറ്റ്. നിങ്ങൾ നിങ്ങളുടെ മാക്സിമത്തിൽ വാ തുറക്കുക. ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ മേ എന്ന് പറയരുത്, അത് മീനാ, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അത്രേ നടക്കൂ. പ്രൈസ് ഗാഡ്. നമ്മൾ നമ്മുടെ മാക്സിമത്തിൽ നമ്മൾ ചെയ്യും. ദൈവം തന്നിരിക്കുന്നതിനൊത്താണ്. എന്റെ കർത്താവിനെ പ്രൈസ് ചെയ്യണോ? എനിക്ക് പറ്റുന്നതിന്റെ മാക്സിമം. എന്റെ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമോ? എനിക്ക് പറ്റുന്നതിന്റെ മാക്സിമം. എനിക്ക് ദൈവം തന്നിരിക്കുന്ന അളവിന്റെ മാക്സിമം. കർത്താവിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യണം, ഐ ക്യാൻ. വർഷിപ്പ് ചെയ്യാൻ പറ്റുമോ? എനിക്ക് പറ്റുന്നതിന്റെ മാക്സിമം. അതിന് എന്റെ ശബ്ദം കൊള്ളാവോ, അത് കൊള്ളാവോ, ഇത് എനിക്ക് ദൈവം തന്നിരിക്കുന്നതിന്റെ മാക്സിമം. എനിക്കൊരു വ്യക്തിയെ സുവിശേഷം പറയണം, എനിക്ക് പറ്റുന്നതിന്റെ മാക്സിമം. അത്രേ പറ്റൂ, അതിനപ്പുറം ഒന്നും പറ്റില്ല. അപ്പുറത്തെ അച്ഛൻ ചെയ്യുന്ന പോലെ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് പറ്റുന്നതിന്റെ മാക്സിമം. ഈ വർഷം ചെയ്യാവോ? ഈ പുതിയ വർഷം ചെയ്യാവോ? ഒരു വ്യക്തിയോട് ഒരു മാസത്തിൽ അറ്റ്ലീസ്റ്റ് ഒരു വ്യക്തിയാണ് പറഞ്ഞ കേട്ടോ, അറ്റ്ലീസ്റ്റ് ഒരു വ്യക്തി. ആഴ്ചയിൽ ഒന്ന് എടുത്താൽ പോലും 4 ആഴ്ച മിനിമം ചെയ്യാം, അല്ലെ 3 ആഴ്ച നമുക്ക് ചെയ്യാം. ഒരു മാസത്തിൽ 3 വ്യക്തിയോട് സുവിശേഷം പറയാൻ പറ്റുമോ? എനിക്ക് പറ്റുന്നതിന്റെ മാക്സിമം. അങ്ങനെ ഒരു കോളിംഗ് എനിക്കുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ഗിഫ്റ്റ് എനിക്കുണ്ടെങ്കിൽ, ഞാൻ അറ്റൻഡ് ചെയ്യുന്ന മീറ്റിങ്ങിലേക്ക് അറ്റ്ലീസ്റ്റ് ഒരു വ്യക്തിയെ ഒരു മാസം പുതിയതായിട്ട് ജോയിൻ ചെയ്യിക്കാൻ എനിക്ക് പറ്റുമോ? എനിക്ക് തന്നിരിക്കുന്നതിന്റെ മാക്സിമം. പുതിയൊരു വ്യക്തി, ഇങ്ങനെ ഒരു കൂട്ടായ്മ നടക്കുന്നുണ്ട്, വചനം കേൾക്കാൻ താല്പര്യമുണ്ടോ? കം ആൻഡ് ജോയിൻ ആൻഡ് ബി ബ്ലെസ്ഡ്. പറയുക, എനിക്ക് പറ്റുന്നതിന്റെ മാക്സിമം. അത്രേ പറ്റൂ. അപ്പുറത്ത് അവർ 10 പേരെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞ് എനിക്കത് പറ്റില്ല. എനിക്ക് ആ 10 പേരെ കൊണ്ടുവരാൻ കഴിവുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുവരും. ദൈവം തന്നിട്ടുണ്ടെങ്കിൽ കൊണ്ടുവരും. 100 പേരാണെങ്കിൽ അങ്ങനെയും കൊണ്ടുവരും. അത്രേ ഉള്ളൂ. ആ മറ്റുള്ളവരെ വെച്ച് നമ്മൾ നോക്കണ്ട. എനിക്ക് പറ്റുന്നതിന്. പക്ഷെ ഞാൻ മീൻ വാ തുറക്കുമ്പോൾ ആയിരിക്കരുത് തുറക്കുന്നത്. ഞാൻ മീൻ വാ തുറക്കുമ്പോൾ ആകരുത്. ഞാൻ മുതല വാ തുറക്കുമ്പോൾ തുറക്കാൻ കിടന്ന് പിടിക്കുകയും വേണ്ട. കാരണം ഞാൻ മനുഷ്യനാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഇത്ര പേർക്ക് സന്തോഷമുണ്ട്. പൗലോസും ബർന്നബാസും ചെയ്തത് അവരുടെ മാക്സിമമാണ്. ഗോട്ട് ഇറ്റ്. പൗലോസും ബർന്നബാസും ചെയ്തത് അവരുടെ മാക്സിമമാണ്. പക്ഷെ അവരതിൽ കുറച്ചില്ല. അവർ അവരുടെ മാക്സിമം ചെയ്തപ്പോൾ ദൈവം അവരുടെ പ്രാർത്ഥന കേട്ടു. ദൈവം അവരുടെ പ്രാർത്ഥന കേട്ടു. ദൈവം അവരെ ഉപയോഗിച്ചു. ഒരു പുരുഷാരത്തിനും അവരുടെ ശുശ്രൂഷ ബന്ധിക്കാൻ പറ്റിയില്ല. ഒരു പുരുഷാരത്തിനും അവരുടെ യാത്ര തടയാൻ പറ്റിയില്ല. ഒരു പുരുഷാരത്തിനും അവരുടെ ദർശനത്തെ കെട്ടാൻ കഴിഞ്ഞില്ല. ഒരു പുരുഷാരത്തിനും അവരുടെ അഭിഷേകത്തെ ബന്ധിക്കാൻ കഴിഞ്ഞില്ല. ഒരു കല്ലുകൾക്കും അവരെ തകർത്തിടാൻ കഴിഞ്ഞില്ല. കാരണം അവർക്ക് ദൈവസന്നിധിയിൽ ഭരമേൽപ്പിക്കുന്ന ഒരു പ്രത്യേക നിയോഗത്തിലാണ് അവർ ജീവിച്ചത്. ഇന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും, എന്റെ ജീവിതം ഞാൻ ദൈവസന്നിധിയിൽ ഭരമേൽപ്പിക്കാൻ പോകുവാണ്, എന്റെ ജീവിതം ഞാൻ ദൈവസന്നിധിയിൽ ഭരമേൽപ്പിക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ മാത്രം ഒന്ന് ചേർന്ന് പറഞ്ഞു, എന്റെ ജീവിതം ഞാൻ ദൈവസന്നിധിയിൽ. നിങ്ങൾ പറയുന്നില്ല. എന്റെ ജീവിതം ഈ വർഷം ഞാൻ ദൈവസന്നിധിയിൽ ഭരമേൽപ്പിക്കാൻ പോകുകയാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് അത് പറയാൻ പറ്റുന്നുണ്ട്? എന്റെ ജീവിതം ഞാൻ ദൈവസന്നിധിയിൽ ഭരമേൽപ്പിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ വർഷം ഞാൻ ചെയ്യാത്തത് ഈ വർഷം ഞാൻ ചെയ്യും. പറഞ്ഞേ. കഴിഞ്ഞ മാസം ഞാൻ ചെയ്യാത്തത് ഈ മാസം ഞാൻ ചെയ്യും. ഒന്ന് ചേർന്ന് പറയാൻ പറ്റുന്നവർ മാത്രം ഒന്ന് പറഞ്ഞേ. എങ്കിൽ നിങ്ങളുടെ കരങ്ങളെ ദൈവം ഉപയോഗിക്കാൻ പോകുകയാണ്. നിങ്ങളുടെ കരങ്ങളെ ദൈവം ഉപയോഗിക്കാൻ പോകുകയാണ്. നിങ്ങളുടെ കരങ്ങളെ ദൈവം ഉപയോഗിക്കാൻ പോവുകയാണ്. കമോൺ, നിങ്ങളെ ദൈവം എന്നാ ഉപയോഗിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ മാക്സിമം നിങ്ങൾക്ക് പുതിയതായി ചെയ്യുവാൻ. ഇതാ ഞാൻ പുതിയതൊന്നും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ, കർത്താവേ അത് എന്നിലൂടെ ചെയ്യണമേ എന്ന് പറയുന്ന മൈ ഫാദർ. കർത്താവേ അത് എന്നിലൂടെ ചെയ്യണമേ എന്ന് പറയുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത്? ഞാൻ പുതിയതൊന്ന് ചെയ്യാൻ പോവാന്ന് പറഞ്ഞാൽ അത് എന്നിലൂടെ ചെയ്യണേ കർത്താവേ എന്ന് പറയുന്നു. എന്നാൽ ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോവുക. ഈ വരുന്ന വർഷം നീ ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം പരമായി കർത്താവ് നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ പോകും. നീ ഒരു ഡിസിഷൻ എടുത്താൽ കർത്താവ് ആ ഡിസിഷന്റെ കൂടെ നിൽക്കും. നീ ഒരു തീരുമാനം എടുത്താൽ അതിന്റെ കൂടെ കർത്താവ് നിൽക്കും. നീ ഒരു തീരുമാനമെടുത്ത് അതിന്റെ കൂടെ കർത്താവ് നിൽക്കും.
ഓ ഗോഡ്, നീ ഒരു ഡിസിഷൻ എടുത്താൽ നിന്റെ കൂടെ കർത്താവ് നിൽക്കും. ഒരു പുതിയ അഭിഷേകത്തോടെയാ നിന്നെ ദൈവം പ്രവേശിപ്പിക്കുന്നത്. ഒരു പുതിയ നിയോഗത്തോടെയാ. പക്ഷെ എന്റെ പാർട്ട് ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞേ, എന്റെ പാർട്ട് ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞേ. എന്റെ പാർട്ട് ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞേ. ഓ അധരങ്ങൾ തുറന്ന് ഒന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി തുടങ്ങി. അധരങ്ങൾ തുറന്ന് ഓ, നിന്റെ കഴിഞ്ഞ വർഷത്തെ പരാജയം നീ ഇനി കാണത്തില്ല. കഴിഞ്ഞ വർഷത്തെ തകർച്ച നീ ഇനി കാണത്തില്ല. കഴിഞ്ഞ വർഷത്തെ യാതൊരു ബന്ധനവും ബന്ധന കാരണവും ഇനി കാണത്തില്ല. കാരണം I am going to change in Christ. I am going to change in Christ. This year I am going to celebrate with Jesus Christ. ഞാൻ എൻ്റെ യേശുവുമായിട്ട് ഈ വർഷം ഞാൻ സന്തോഷിക്കാൻ പോവാ. Come on. Ya brasente ya la bosh. Ya albakatara bogoshiala. എൻ്റെ യേശുവുമായി മാത്രം ഞാൻ ഉണരുന്നതും ഉറങ്ങുന്നതും എൻ്റെ യേശുവോടുകൂടെ. എന്റെ വിശ്വാസം വർദ്ധിക്കട്ടെ, എന്റെ ആരാധന വർദ്ധിക്കട്ടെ, എന്റെ സ്തുതി സ്തോത്രങ്ങൾ വർദ്ധിക്കട്ടെ, എനിക്ക് ദൈവവുമായിട്ടുള്ള ബന്ധം വർദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ജീസസ്. റൽബാ പ്രഗോഷിയാതയ ലിഗബാരഖതയ ലബോഗോഷയ ലബാരഖസികെബെ ബാബാ. Glory, glory, glory. Shantaya la brakasi kameniatali. Holy Spirit. കർത്താവേ, ഞാൻ ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു. അവിടുന്ന് അത്യത്ഭുതമാകുന്ന കാര്യങ്ങൾ ഈ ജനത്തിന് വേണ്ടി അവിടുന്ന് ചെയ്യുന്നുവല്ലോ. ഞങ്ങളുടെ കൂട്ടായ്മ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇതൊരാനന്ദമായി, ഇതൊരഭിഷേകമായി, സ്വർഗതുല്യമായ ഒരു ആരാധന വെളിപ്പെടുന്ന ഇടമായി അനുദിനം 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 ഇതിനെ ദൈവം വർദ്ധിപ്പിക്കണമേ. ഇന്ന് ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്തിരിക്കുന്ന ഓരോ ജനത്തെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ജീവിതം ഒരു പുതിയ അനുഭവമായി, ഒരു പുതിയ കൃപയായി, ഒരു പുതിയ ശക്തിയായി ദൈവാത്മാവേ ഈ പുതുവർഷത്തിൽ മാറട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.